പ്രൊഫഷണലി ചെയ്ത് പഠിക്കാതെ ഒരു നല്ല ഒരു എന്താ പറയുക മെൻറ്ററിൻ്റെ അണ്ടറിൽ നിന്ന് പഠിക്കാതെ ഈ സംഭവം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ ഗൂഗിൾ എടുത്തു, ടൈപ്പ് ചെയ്തു ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കേരള. ഇപ്പോൾ AI സെർച്ച് വന്നല്ലോ. ഇപ്പോൾ എല്ലാവരും ഗൂഗിളിൽ നിന്ന് ചേഞ്ച് ആയ ChatGPT, പെർപ്ലക്സിറ്റി അങ്ങനെയുള്ള പല AI സെർച്ച് എഞ്ചിനിലാണ് ഇപ്പോൾ സെർച്ച് കൂടുതൽ വരുന്നത്. അപ്പോൾ SEO ഡെഡ് ആണോ? ഞാനിപ്പോൾ റീസെൻ്റ് കണ്ട അടിപൊളി വെബ്സൈറ്റുകളായിരിക്കും, പക്ഷേ സെർച്ചിലൊന്നും ഉണ്ടാവില്ല. അതെന്തായിരിക്കും റീസൺ? എന്താണ് ടെക്നിക്കൽ SEO? ടെക്നിക്കൽ SEO എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇനി അന്ന് ഫ്യൂച്ചറിൽ എന്തായാലും അത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ? ഇപ്പോൾ ChatGPT, ഷോപ്പേജ് ആയിട്ട് ആൾറെഡി ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ ഈ SEO കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻഫർമേഷണൽ ക്വറീസ് ഉണ്ട്. ഇൻഫർമേഷണൽ ക്വറീസ് ഓൾറെഡി ഇപ്പോൾ ഈ AI ഓവർവ്യൂ കാറ്റർ ചെയ്യും. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയിൽ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് മിസ്റ്റർ അഭിനവാണ്, SEO ടെക്നിക്കൽ കൺസൾട്ടൻറ്റ്, AI സെർച്ച്, ജിയോ സ്ട്രാറ്റജിസ്റ്റ്. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. അഭിനവിൻ്റെ സ്റ്റോറി ഒന്ന് പറയാം. ഓക്കെ, ബേസിക്കലി ഞാൻ എങ്ങനെ SEOയിലെത്തി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്തി. ബേസിക്കലി ഞാൻ ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വളരെ ചെറിയ പ്രായം തുടങ്ങി അച്ഛൻ്റെ ഒപ്പം ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം എത്തിയപ്പോൾ, എൻ്റെ ഒരു കോളേജ് കഴിഞ്ഞ് ആ ഒരു പീരീഡ് ഓഫ് ടൈം എത്തിയപ്പോൾ ആ സമയത്ത് തന്നെയാണ് കൊറോണ സംഭവിച്ചതും. അപ്പോൾ നമ്മൾ ആലോചിക്കുകയായിരുന്നു എങ്ങനെ ഒരു 4 ചുമരിൻ്റെ ഉള്ളിലല്ലാതെ ബിസിനസ്സിനെ എങ്ങനെ വളർത്താം. അപ്പോൾ ആണ് ഇങ്ങനൊരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഡിജിറ്റലി നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് വരുന്നത്. അതിന് മുമ്പ് തന്നെ ഒരു 2013 കാലഘട്ടത്തിൽ തന്നെ ഞാൻ ബ്ലോഗുകളൊക്കെ എഴുതിയിരുന്നു. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർനെറ്റിൻ്റെ ഒരു എക്സ്പോഷർ. അങ്ങനെയാണ് ഈ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിലേക്ക് വരുന്നത്. പിന്നെ കൊറോണ സംഭവിച്ചപ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെ ഓൺലൈനിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലുള്ള ചിന്ത വന്നു. ഫേസ്ബുക്കിൽ അത് സ്റ്റാർട്ട് ചെയ്തു, ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ ബ്ലോഗ് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ബ്ലോഗ് ഉണ്ടെന്ന് പറഞ്ഞത്, ആ ബ്ലോഗിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് എഴുതി. അങ്ങനെ കുറേ കാര്യങ്ങളാക്കി വന്നപ്പോഴും ഇതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രൊഫഷണലി ചെയ്ത് പഠിക്കാതെ ഒരു നല്ല ഒരു എന്താ പറയുക മെൻറ്ററിൻ്റെ അണ്ടറിൽ നിന്ന് പഠിക്കാതെ ഈ സംഭവം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ ഗൂഗിൾ എടുത്തു, ടൈപ്പ് ചെയ്തു ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ കേരള, അല്ലെങ്കിൽ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് ഇൻ കേരള. അപ്പോൾ ഒരാളുടെ പേര് വന്നു. അതാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത കമ്പനി. ഡയറക്റ്റ് ആളെടുത്ത് വിളിക്കുകയായിരുന്നു ഞാൻ. എന്നിട്ട് എനിക്ക് നിങ്ങളൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ്ലി ഞാൻ അവിടെ ഹയർഡ് ആവുമായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് കമ്പനി. അങ്ങനെയാണ് എൻ്റെ SEO ജേർണിയിലേക്ക് ഒരു എൻട്രി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ AI സെർച്ച് വന്നല്ലോ. ഇപ്പോൾ എല്ലാവരും ഗൂഗിളിൽ നിന്ന് ചേഞ്ച് ആയ ChatGPT, പെർപ്ലക്സിറ്റി അങ്ങനെയുള്ള പല AI സെർച്ച് എഞ്ചിനിലാണ് ഇപ്പോൾ സെർച്ച് കൂടുതൽ വരുന്നത്. അപ്പോൾ SEO ഡെഡ് ആണോ എന്നുള്ളൊരു ചോദ്യം. എല്ലാവരും ഏകദേശം ഞാൻ SEO സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ ആൾക്കാർ SEOനെ കൊല്ലാൻ തുടങ്ങിയതാണ്. AI വന്നപ്പോൾ ഒന്നും കൂടി ആയി, SEO ചത്തു കുഴിച്ചു മൂടി എന്നുള്ളതായി. പണ്ട് ഓരോ അൽഗോരിതം അപ്ഡേറ്റ് വരുമ്പോഴും ഓരോ SEO ചത്തു അല്ലെങ്കിൽ SEO ഡെഡ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ChatGPTയുടെ ആയാലും അതിൻ്റെയൊക്കെ പാരൻറ്റ് കമ്പനി OpenAI SEO സ്ട്രാറ്റജീസിനെ ഹയർ ചെയ്യുന്നുണ്ട്. എന്തിന്? അതാണ് ചോദ്യം. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ SEO പേഴ്സൺ അല്ല, നമ്മൾ കണ്ടൻറ്റ് മാർക്കറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ. മാർക്കറ്റിങ്ങിൻ്റെ ഒരു ചാനലാണ് SEO. അപ്പോൾ ആ ഒരു ബേസിക് ബോധം മനസ്സിലാക്കൽ, ഒരു ആ സംഭവം ഉണ്ടെങ്കിൽ എന്ത് AI മോഡൽ വന്നു കഴിഞ്ഞാലും, ChatGPT വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ വേറെ ഭാവിയിൽ എന്ത് വരും നമുക്ക് പറയാൻ പറ്റില്ല, വന്നു കഴിഞ്ഞാലും നമ്മളുടെ യൂസറിന് ഒരു നീഡ് ഉണ്ടെങ്കിൽ, നമ്മുടെ കണ്ടന്റ് അവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു മാർക്കറ്റിംഗ് ചാനൽ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ SEO ഇസ് ദർ, ഇറ്റ്സ് ഇവോൾവിങ് ടു AI സെർച്ച് അല്ലെങ്കിൽ GEO അങ്ങനെയുള്ള രീതിക്ക് ഇവോൾവ് ചെയ്യുന്നു എന്ന് പറയും. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ChatGPT ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ AI ഓവർവ്യൂ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അതിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദി ക്വറീസും ഇൻഫർമേഷൻ ക്വറീസൊക്കെ പ്രീ ട്രെയിൻഡ് ഡാറ്റയിൽ തന്നെ, അവർ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുള്ള ഡാറ്റയിൽ തന്നെ ഇൻഫർമേഷൻ ഉത്തരങ്ങൾ കൊടുക്കുന്നു. അത് പ്രീ ട്രെയിൻഡിൽ ഇല്ലാത്ത ഡാറ്റ ശരിക്കും എവിടെ നിന്നാണ് ഫെച്ച് ചെയ്യുന്നത്, അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഗൂഗിളിൻ്റെ AI മോഡാണെങ്കിൽ അത് ഗ്രൗണ്ടിങ് എന്ന് പറയും. അതായത് ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ഡാറ്റ ഇവിടെ ഉണ്ട്, അത് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു സോഴ്സിൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാകും. ആ ഗ്രൗണ്ടഡ് സോഴ്സ് ഇപ്പോഴും മോസ്റ്റ് പ്രൊമിനൻ്റ്ലി ആയിട്ട് നിൽക്കുന്നത് സെർച്ച് എൻജിൻസിൻ്റെ സെർപ്പ് റിസൾട്ട് പേജുകളാണ്. ഓക്കെ അതിൽ കുറേ ക്വാളിറ്റി മെട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിലും ആ സെർച്ച് റിസൾട്ട് പേജിലാണ് ഇപ്പോഴും മോസ്റ്റ് പ്രോബബ്ലി ഗൂഗിളിൻ്റെ AI മോഡ് ഗ്രൗണ്ടർ ഉള്ളത്. അതുപോലെ തന്നെ ChatGPT ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് ഗൂഗിളിലും ഗ്രൗണ്ടിങ് വരുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ടെസ്റ്റിംഗ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. പിന്നെ ബിങ്ങിലും ഗ്രൗണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ
മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ ഏറ്റവും ബേസിക്സ് എന്ന് പറയുന്നത് SEO പ്രാക്ടീസസ് തന്നെയാണ്. ഓക്കെ, അത് ഗ്രൗണ്ടിങ് എന്നുള്ളത്. അപ്പോൾ SEOൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മാർക്കറ്റിംഗ് ചാനലാണ്. അത് ഇവോൾവ് ആവാം, നമ്മൾ അതിനനുസരിച്ച് ഇവോൾവ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട് ആവും. ഓക്കെ. ഇപ്പോൾ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ AIക്ക് ആൾറെഡി ഡാറ്റ ഉണ്ടല്ലോ, അപ്പോൾ ഒരു പുതിയൊരു വെബ്സൈറ്റ് ബിസിനസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി ഒരു പുതിയ വെബ്സൈറ്റ് ബിസിനസ്സിന് വേണ്ടി AIക്ക് എല്ലാ ഡാറ്റയും ഉണ്ട്. അപ്പോൾ ബിസിനസ്സിന് ഇനി വെബ്സൈറ്റ് വേണോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ പറയണോ, ബ്ലോഗുകൾ എഴുതണോ എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി വെബ്സൈറ്റ് ബ്ലോഗ് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാറ്റ കൊടുക്കാനോ വേണ്ടി മാത്രമുള്ളതല്ല. ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓൺലൈനിലുള്ള ഒരു ലൊക്കേഷൻ. URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വരുന്നത്, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഹോം പേജ് അല്ലെങ്കിൽ അഡ്രസ്സാണ് URL അഡ്രസ്സ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ആ വിസിബിലിറ്റി ഇല്ലെങ്കിൽ, ഒരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു യൂസറിനെ എവിടേക്കായിരിക്കും ലാൻഡ് ചെയ്യിക്കാൻ പറ്റുക, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ലാൻഡ് ചെയ്യിക്കുമോ ഓർ ഇൻസ്റ്റാ പേജിലേക്ക് ലാൻഡ് ചെയ്യിക്കുമോ? അതൊക്കെ എപ്പോഴും സെക്കൻഡറി അല്ലേ. നമ്മൾ ടിക്ടോക്ക് ബാനൊക്കെ കണ്ടു, എത്രയോ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ടിക്ടോക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടായി, ഒറ്റ ദിവസം കൊണ്ട് പോയി. സ്വന്തം ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് അതിനൊരു ഡോമിനൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ AI സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ ChatGPT ആ റിസൾട്ടിലൊക്കെ നിങ്ങളുടെ ഡാറ്റ വരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഗ്രൗണ്ട് ചെയ്യുന്നത് സെർപ്പിൻ്റെ റിസൾട്ടിലും അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന ഡാറ്റ ഓപ്പൺ ക്രൗഡിലുള്ള വെബ്സൈറ്റിലുള്ള ഡാറ്റ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഓവറോൾ സെമാൻറ്റിക് വെബിൽ നിങ്ങളുടെ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സോഴ്സ്, നമുക്ക് എഡിറ്റ് ആക്സസ് ഏറ്റവും കൂടുതലുള്ള നമ്മുടെ തന്നെ വെബ്സൈറ്റുകളാണ്. ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ റീസെൻ്റ് കണ്ട അടിപൊളി വെബ്സൈറ്റുകളായിരിക്കും, പക്ഷേ സെർച്ചിലൊന്നും ഉണ്ടാവില്ല. അതെന്തായിരിക്കും റീസൺ? അടിപൊളി വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈൻ വൈസ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത 3D അനിമേഷനും ഇങ്ങനെ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ വരുന്ന അതെ ആ വെബ്സൈറ്റുകൾ. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ആ ബ്രാൻഡിങ് ഫോക്കസ് മാത്രമായിട്ടായിരിക്കും ആ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. SEOൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ SEO അവർക്ക് ആവശ്യമുണ്ടാവും, പക്ഷേ അവർക്ക് ഡെവലപ്പ് ചെയ്ത ടീമിനൊരു ഐഡിയ ഉണ്ടാവില്ല, ഇത്രയും റിസോഴ്സസ് ലോഡ് ചെയ്യണം, അപ്പോൾ ഈ SEO എലമെൻറ്റ്സ് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുള്ള ഐഡിയ ഉണ്ടാവില്ല. അപ്പോഴാണ് ഒരു ടെക്നിക്കൽ SEOൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. ഏത് റിസോഴ്സാണ് ക്രൗളറിന് കിട്ടേണ്ടത്, ഈ റെൻഡറിങ് ഇത് എവിടെയാണ് വരേണ്ടത്, ക്ലയൻറ്റ് സൈഡാണോ വരേണ്ടത് അല്ലെങ്കിൽ സെർവർ സൈഡിലാണ് ഇത് കൊടുക്കേണ്ടത്, ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ ആ ടെക്നിക്കൽ SEO നിൽക്കുന്ന ആളുകളാണ് ചെക്ക് ചെയ്യേണ്ടത്. ബേസിക്കലി ആ വെബ്സൈറ്റ് പണിയുന്നതിന് മുമ്പ് ഒരു SEO കൺസൾട്ടൻറ്റ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കി കിട്ടാവുന്നതേ ഉള്ളൂ. എന്താണ് ടെക്നിക്കൽ SEO? ടെക്നിക്കൽ SEO എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ നമ്മൾ SEO പഠിക്കുന്ന അല്ലെങ്കിൽ SEOനെ കുറിച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ഒരു 3 ടൈപ്പ് SEO ഉണ്ടെന്ന് ആദ്യം പഠിക്കും. ഒന്ന് ഓൺ പേജ് SEO, പിന്നെ ഓഫ് പേജ് SEO, പിന്നെ ടെക്നിക്കൽ SEO. അപ്പോൾ ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEO എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് ഓൺ പേജ് SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും ആൾക്കാർ? പ്രോബ്ലി നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഓൺ പേജ് എന്ന് പറയും, വെബ്സൈറ്റിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഓഫ് പേജ് എന്ന് പറയും. പിന്നെ ടെക്നിക്കൽ SEO എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാ ട്രെയിനേഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറയുന്നത് നിങ്ങൾ റോബോട്ട് TSC സെറ്റ് ചെയ്യുക, പിന്നെ സൈറ്റ് മാപ്പ് ഉണ്ടോ എന്ന് നോക്കുക, ഹെഡിങ് ടാഗിൽ ഇങ്ങനെ നോ ഇൻഡെക്സ് സാധനങ്ങളുണ്ടോ എന്ന് നോക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒതുക്കി അവിടെ നിർത്തും. ശരിക്കും ടെക്നിക്കൽ SEO അത് മാത്രമല്ല, ഇതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണെങ്കിലും ടെക്നിക്കൽ SEO അത് മാത്രമല്ല. ടെക്നിക്കൽ SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു SEO കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ SEO പേഴ്സൺ ഒരു മാർക്കറ്ററാണ്. ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡെവലപ്മെൻറ്റ് നോളജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് ഒരു ഗൂഗിളിൻ്റെ ക്രൗളറിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കണ്ടൻറ്റ് യൂസറിന് കിട്ടുന്ന പോലെ തന്നെ ക്രൗളറിന് കിട്ടുന്നുണ്ടോ, അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, മനസ്സിലായില്ലേ? അതിന് ക്രൗളിംഗ് എന്നാണ് പറയുക. അപ്പോൾ ക്രൗളിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ക്രൗൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പ്രോസസ്സുകളുണ്ട്. അതിലൊരു പ്രോസസ്സാണ് റെൻഡറിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗൾ ചെയ്തു, യൂസറിന് കിട്ടുന്ന കണ്ടന്റ് അതേപോലെ റെൻഡർ ചെയ്തിട്ടാണോ ക്രൗളറിന് കിട്ടുന്നത്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ക്രൗൾ റേറ്റിൻ്റെ ഒപ്റ്റിമൈസേഷനും പേജിൻ്റെ മൊത്തം സ്ട്രക്ചറിൻ്റെ ഒപ്റ്റിമൈസേഷനും ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് ടെക്നിക്കൽ SEOയിൽ നിൽക്കുന്ന ആളുകൾ. ടെക്നിക്കൽ SEO മാത്രമായിട്ട് ഇപ്പോൾ സ്കെയിലബിൾ വെബ്സൈറ്റുകളൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ സൈറ്റ് ആർക്കിടെക്ചറൊക്കെ ചെയ്യുന്ന ഒരു സർവീസ് തന്നെയുണ്ട്. അത് SEO സർവീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, പക്ഷേ അത് മാത്രം ഒരു ഡെഡിക്കേറ്റഡ് സർവീസൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു SEO കൺസൾട്ടൻറ്റിനെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെ. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ എപ്പോഴും ഒരു കോസ്റ്റ് ഉണ്ട്. മിനിമം ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മിനിമം കൊടുത്ത് നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കണ്ടന്റ് എല്ലാം ഇട്ട് അപ്ഡേറ്റ് ചെയ്ത് അത് ഒരു SEO ടീമിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഒരു നോർമലി ചെയ്യുന്ന ആൾ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണമായിരിക്കും. അപ്പോൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്, ഒരു ഡിസൈനർ തോന്നുന്ന രീതിയിൽ അതിൽ കണ്ടന്റ് ഡിസൈൻ ചെയ്യുന്നു, പേജുകൾ ഡിസൈൻ ചെയ്യുന്നു, അതിൽ ഫോമുകൾ കാര്യങ്ങളൊക്കെ വെക്കുന്നു. പിന്നെ ഒരു ഡെവലപ്പർ ആൾക്ക് തോന്നുന്ന, ചിലപ്പോൾ SEOനെ കൺസൾട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്ക് തോന്നുന്ന ഒരു ലാംഗ്വേജിൽ ഏറ്റവും ഫീസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിൽ അത് ഡെവലപ്പ് ചെയ്യുന്നു, അത് ഡെലിവർ ചെയ്യുന്നു.
പിന്നെയാണ് ഇതൊരു SEO ടീമിലേക്ക് മാറുന്നെങ്കിൽ SEOയിൽ കുറേ റിക്വയർമെന്റ്സ് ഉണ്ട്. ഞാൻ പ്രത്യേകം പറയുന്നത് ടെക്നിക്കൽ SEOയിൽ കുറേ റിക്വയർമെന്റ്സ് നടക്കുന്ന എല്ലാ ഏജൻസിയിലും നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഒരു വെബ്സൈറ്റും കൊണ്ട് ക്ലയന്റ് വരും, അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വെബ്സൈറ്റിൽ SEO ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് റെൻഡറിങ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഉണ്ടാവില്ല, CMS ഉണ്ടാവില്ല, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ ഫസ്റ്റ് ഈ വെബ്സൈറ്റ് ലൈവ് ആക്കുന്നതിന് തിങ്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കണ്ടന്റ് പ്ലാനിങ്ങും പേജ് ഡിസൈൻ തൊട്ട് SEOനെ ഇംപ്ലിമെൻറ്റ്, SEO ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം അതിൻ്റെ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ എന്ന് പറയും, അത് മുതൽ ഒരു SEO കൺസൾട്ടേഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ച് ഡേ തുടങ്ങി നമുക്ക് SEO പ്രാക്ടീസസ് ഒരു ഫ്ലോയിൽ സ്കെയിലബിൾ ആയിട്ടുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റും. ഒരു പ്രോപ്പർ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഷോപ്പിഫൈ സ്റ്റോറുകൾ ബിൽഡ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ SEOയിൽ സെർച്ച് ചെയ്യേണ്ടത്? അതായത് ഒരു ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് SEO ലെവലിൽ എന്തൊക്കെ തിങ്ക് ചെയ്യണം? അതെ. ഷോപ്പിഫൈ മാത്രമല്ല, ഇ-കോമേഴ്സ് രീതിയിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ മെയിൻലി 3 പേജ്, ഏറ്റവും മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് പേജുകളാണ് ഇത് ഷോപ്പിഫൈ അല്ലെങ്കിൽ ഇ-കോമേഴ്സിൽ വരുന്നത്. ഒന്നായൊരു സ്റ്റോറിൻ്റെ ഹോം പേജ്, ഓക്കെ. പിന്നുള്ളത് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് പേജ്, അതായത് പ്രൊഡക്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്യുന്ന ടെംപ്ലേറ്റിൻ്റെ കാര്യം, ടെംപ്ലേറ്റ് അല്ല ടൈപ്പ് ഓഫ് പേജുകളുടെ കാര്യം പറഞ്ഞു. പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് പേജ്, പിന്നെ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജ്. ഓക്കെ. അപ്പോൾ സാധാരണ ഒരു തീം എടുത്ത് ചെയ്യുമ്പോൾ അവർ കാണുന്നൊരു ടീം പർച്ചേസ് ചെയ്ത്, നല്ല കളറുള്ള ടീം പർച്ചേസ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഷോപ്പിഫൈയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മജന്തോലാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. പക്ഷേ SEO ലെവലിലേക്ക് ഇത് വരുമ്പോൾ ആ ഒരു പ്രത്യേക പേജിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജിൽ വരേണ്ട SEO എലമെൻറ്റ്സ് ഉണ്ട്, പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് പേജിൽ വരുന്ന SEO എലമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ആ തീമിലുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനിലുണ്ടോ, ഇതൊക്കെ ചിന്തിക്കണം. പിന്നെ അതുപോലെ മാത്രമല്ല, ഇതിനൊരു സ്കീമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സ്കീമ സ്ട്രക്ചർ ഡാറ്റ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് സ്റ്റോർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ചെറിയൊരു വെബ്സൈറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഒരു 50,000 SKUs ഉള്ള ഒരു വെബ്സൈറ്റ് എന്തൊക്കെ ഡാറ്റ നമ്മൾ കൺവേ ചെയ്യണമെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു സ്കീമ ആർക്കിടെക്ചർ അല്ലെങ്കിൽ സ്കീമ സ്ട്രക്ചർ സിൻഡാക്സ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പറെ കൊടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ബെറ്ററാണ്. കാരണം നമ്മുടെ സെർപ്പിലുള്ള റിച്ച് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഈ സ്കീമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതൊന്നും കൺസിഡർ ചെയ്യാതെ ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സ് റൺ ചെയ്തവർക്ക് ലീഡ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഓർഗാനിക് സെർച്ചിലൂടെ ആ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് SEO കൺസൾട്ടൻറ്റിനെ ഹയർ ചെയ്യണം എന്നുള്ളൊരു പോലെ തന്നെ ഇ-കോം സ്റ്റോർ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യുന്ന പ്രാക്ടീസാണ്. അതിലേക്ക് വരുന്ന എല്ലാ ചാനൽസും മാർക്കറ്റിംഗ് ചാനൽസും നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഈ പേജിൻ്റെ സ്ട്രക്ചറിങ് എങ്ങനെ ചെയ്യണം, URL സ്ട്രക്ചറിങ് എങ്ങനെ ചെയ്യണം, ഇ-കോം SEOയ്ക്ക് വേണ്ട എലമെൻറ്റ്സ് ഇതിലുണ്ടോ, ബ്രെഡ് ക്രംസ് സെക്ഷൻസ് ഉണ്ടോ, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ. പിന്നെ ഷോപ്പിഫൈ ഓൾമോസ്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആണ്, എന്നാലും അതിൽ എലമെൻറ്റ്സ് ഉണ്ട്. ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് ഫിൽറ്റേഴ്സ് കണ്ടിട്ടില്ലേ? അതെ. ചില തീമിൽ ഫിൽറ്റേഴ്സ് SEOക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ആയിരിക്കില്ല. അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യേണ്ടത്, ഇ-കോം SEOക്ക് വേണ്ടി ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഇനി അത് ഫ്യൂച്ചറിൽ എന്തായാലും അത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ? ഇപ്പോൾ ChatGPT ഷോപ്പിഫൈ ആൾറെഡി ഇൻറ്റഗ്രേഷൻ വന്നിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ ഈ SEO കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ ChatGPT ഷോപ്പിഫൈ ഇൻ്റഗ്രേഷൻ പറഞ്ഞ പോലെ തന്നെ ChatGPT തന്നെ ഇപ്പോൾ ഒരു പ്രോട്ടോക്കോൾ ഇറക്കിയിട്ടുണ്ട്. പ്രോട്ടോക്കോൾ ഇറക്കാനുള്ളൊരു പ്ലാൻ അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് വന്നത്. ഏജൻറ്റിക് കൊമേഴ്സ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ട് ChatGPTയും സ്ട്രൈപ്പ് എന്ന് പറഞ്ഞ പേയ്മെൻറ്റ് പാർട്ട്ണറും കൂടി ഡെവലപ്പ് ചെയ്തൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. സോ ആ പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കണം നമ്മളുടെ ഷോപ്പിഫൈ എന്ന് ഞാൻ പറയുന്നതാണ് ഇ-കോം സ്റ്റോർ സെറ്റ് ചെയ്യുന്നത്. അതായിരിക്കും ChatGPTയിൽ ഇനി നിങ്ങളുടെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ ചിലപ്പോൾ ആവാം. അതുപോലെ തന്നെ ഗൂഗിള്, പിന്നെ കുറേ പേയ്മെൻറ്റ് ഗേറ്റ്വേസ്, പിന്നെന്താ ഷോപ്പിഫൈ, ഇവരെല്ലാം ചേർന്ന് ഒരു യൂണിവേഴ്സൽ ഏജൻറ്റിക് കൊമേഴ്സ് യൂണിവേഴ്സൽ പ്രോട്ടോക്കോൾ ഉണ്ട്. ഓക്കെ. ChatGPTയും ഷോപ്പിഫൈയും ചേർന്ന് ഉള്ളൊരു ഷോപ്പിഫൈ സ്ട്രൈപ്പ് ചേർന്നുള്ള ഏജൻറ്റിക് കൊമേഴ്സ് പ്രോട്ടോക്കോളും ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ, ഷോപ്പിഫൈ, പിന്നെ മറ്റു പേയ്മെൻറ്റ് ഗേറ്റ്വേസ്, അങ്ങനെയുള്ള കുറേ ഇ-കൊമേഴ്സ് എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന ആളുകളെല്ലാം ചേർന്നൊരു യൂണിവേഴ്സൽ കൊമേഴ്സ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ UCP എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ US അത് ഇംപ്ലിമെൻറ്റേഷനൊക്കെ വന്നിട്ടുള്ളത്. അതും ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഏജൻറ്റിക് കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിൽ, അതായത് ഒരു ഏജൻറ്റ് നിങ്ങൾക്ക് വേണ്ടി പർച്ചേസ് നടത്തുന്ന കാലഘട്ടത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഫ്യൂച്ചർ എന്തായാലും ഏജൻറ്റുകൾ കൊണ്ടുപോകും. ഏജൻറ്റുകളുടെ സഹായത്തിലാണ് നടക്കുന്നത്. എന്തായാലും ഒരു ഏജൻറ്റിലേക്ക് നമ്മൾ വരും, ട്രെയിൻഡ് ആയേ പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ ആദ്യം SEOക്ക് ഗൂഗിളിന് വേണ്ടിയാണ് ഒപ്റ്റിമൈസ് ചെയ്തിരുന്നത്. ഇനി നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് ഒരു ഏജന്റിന് കൂടി ആക്സസിബിൾ ആണോ എന്നുള്ള രീതിയിലായിരിക്കണം ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മൾ ജിഇഒ ഓഡിറ്റിലൊക്കെ വരുന്ന കാര്യങ്ങൾ. ജിഒയും എയും എന്താണ്? ജിഇഒ എഇഒ അതെ, ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും, പിന്നെ ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും, LLMO ലാർജ് ലാംഗ്വേജ് മോഡൽ ഒപ്റ്റിമൈസേഷൻ. അത് ഇൻഡസ്ട്രിയിൽ പല ടേംസും ഉണ്ട്. ബേസിക്കലി AI ഉപയോഗിച്ച് ഒരു യൂസർ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ ഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ജനറേറ്റീവ് എഞ്ചിൻ. ആ പ്രോസസ്സിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ എത്തിക്കുക. നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ യൂസർക്ക് വരയ്ക്കും, നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള യൂസർ പ്രോംപ്റ്റിനോ യൂസർക്ക് വരയ്ക്കോ നമ്മുടെ ബ്രാൻഡിനെ അവിടെ എത്തിക്കാവുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ജിഇഒ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അത് ബേസിക്കലി ChatGPT പോലുള്ള പെർപ്ലക്സിറ്റി പോലുള്ള AI എഞ്ചിൻസ് അതിനെയാണ് ജനറേറ്റീവ് എഞ്ചിൻ എന്ന് പറയുക. കാരണം പുതിയൊരു ആൻസർ അവിടെ ജനറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആൻസർ ജനറേറ്റ് ചെയ്യുന്നു. ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൻസർ അല്ല ജനറേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് ആ ആൻസർ മാത്രം റിസൾട്ടായിട്ട് ഫീച്ചേഴ്സിനെ പറ്റിയ കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ച് നാൾ മുമ്പുള്ളതാണ്. അതാണ് എഇയും ജിഇയും തമ്മിൽ വ്യത്യാസം. ജനറേറ്റ് ചെയ്യുന്ന ആൻസേഴ്സ്, അതായത് കുറേ ഡാറ്റയിൽ നിന്ന് ഡാറ്റ പുൾ ചെയ്ത് LLMൻ്റെ മുകളിൽ ഓഗ്മെൻറ്റ് ചെയ്ത് പുതിയ ജനറേഷൻ നടക്കുന്ന ജിഇഒ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആൻസേഴ്സിൻ്റെ ഫീച്ചേഴ്സ് സ്നിപ്പെറ്റ് പോലെ AI-ലൊക്കെ വരുന്ന, AI-ലല്ല ഗൂഗിളിൻ്റെ സെർപ്പിലൊക്കെ മുകളിലായിട്ട് ഒരു കാർഡ് പോലെയൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ, അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. ബേസിക്കലി ഇതെല്ലാം ഒന്നാണ്. ഓക്കെ, ഒരു ഓവർലാപ്പ് പോലെയാണ്, SEOൻ്റെ മുകളിലുള്ള ഒരു ഓവർലാപ്പ് പോലെയാണ് ജിഇഒ എഇഒ ഒക്കെ വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, നമുക്ക് ട്രാഫിക് കുറയുന്നുണ്ട് പക്ഷേ ലീഡിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് ക്വാളിഫൈഡ് ലീഡ്സ് കിട്ടുന്നുണ്ട്. അത് പ്രോപ്പർലി SEO ചെയ്ത വെബ്സൈറ്റുകളിലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു SEO പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ പ്രോപ്പർലി അത് SEO ലേൺ ചെയ്യണം സെർച്ച് എഞ്ചിന്? അതായത് ട്രാഫിക് കുറയുന്നുണ്ട്, ലീഡ്സിന് പക്ഷേ കുറവില്ല, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻഫർമേഷണൽ ക്വറീസ് ഉണ്ട്. ഇൻഫർമേഷണൽ ക്വറീസ് ഓൾറെഡി ഇപ്പോൾ ഈ AI ഓവർവ്യൂ കാറ്റർ ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ഡാറ്റ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ലീഡ്സ് എന്ന് പറയുന്നത് അത് ലീഡ് സബ്മിറ്റ് ചെയ്യുന്നതാണ്, അത് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയുള്ളതല്ല. അപ്പോൾ ആൾ വെബ്സൈറ്റിൻ്റെ അകത്ത് കയറി ലീഡ് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ആ ട്രാഫിക്കേ ശരിക്കും നമുക്ക് ആവശ്യമുള്ളൂ. അതെ, അപ്പോൾ ആ ട്രാഫിക്ക് നമുക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി SEO എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഈ ഒരു AI-യുടെ ഇറയിൽ SEO എങ്ങനെ പഠിക്കാന്ന് ഗ്രോത്ത് വരുന്ന രീതിയിൽ എങ്ങനെ SEO പഠിക്കാം എന്നുള്ളത്. ആക്ച്വലി SEO പഠിക്കുക, എന്ത് പഠിക്കുന്നതും ചെയ്ത് പഠിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ ഏജൻസിയിൽ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു അക്കാഡമിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയ ആളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിക്കാതെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് പണിയാൻ ആദ്യം പഠിക്കുക. ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഫസ്റ്റ് സാലറിയിൽ നിന്ന് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റിംഗ് അങ്ങോട്ട് പർച്ചേസ് ചെയ്തു, ഒരു ഡൊമൈൻ അങ്ങോട്ട് പർച്ചേസ് ചെയ്തു. എൻ്റെ ബ്രാൻഡ് അറിയാം, ദി SEO സെൻട്രൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പോൾ 4 വർഷം മുമ്പ് അത് പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് സാലറിയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത് പണിതാണ്. അത് ഞാൻ ഹാർഡ് കോഡ് ചെയ്തിട്ടുണ്ട്, HTML CSS JavaScript വെച്ച് കോഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് WordPress-ലും ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഷോപ്പിഫൈ വെച്ചിട്ട് പല ഡൊമൈൻ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. സോ നമ്മളൊരു SEO ഇംപ്ലിമെൻറ്റേഷൻ ഫുള്ളി പഠിക്കണമെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് ചിലപ്പോൾ ഏജൻസിയിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. ചില ചെറിയ ഏജൻസീസ് ആണെങ്കിൽ ആ സ്കെയിലുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാവില്ല, നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഞാൻ തന്നെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡാറ്റാബേസ് എത്ര തവണ കത്തിച്ചിട്ടുണ്ടെന്നറിയോ? കുറേ തവണ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്ലയൻറ്റിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. സോ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഓൺലൈനിൽ കുറേ ആളുകൾ ഇങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഏത് റൈറ്റ് ഏത് റോങ് കൺഫ്യൂഷനിലാണ് ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും നിൽക്കുന്നത്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുക. ഓക്കെ, ഇത് വർക്ക് ചെയ്യുമോ, അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കറക്റ്റ്, അല്ലെങ്കിൽ അതൊന്ന് നോക്കുക. വേറൊരു നീഷിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് വരിക. അത് നോക്കി ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനി ഉള്ള ഒരു കാലത്ത് വേണ്ടത്. ഓക്കെ, ഇ-കോമേഴ്സ് SEOയും ഇൻ്റർനാഷണൽ SEOയും കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇ-കോമേഴ്സ് SEOൻ്റെ നമ്മൾ നേരത്തെ ഒന്ന് ടച്ച് ചെയ്ത് പോയി. ഓക്കെ, ഇ-കോമേഴ്സ് SEO ബേസിക്കലി ഒരു സെമി പ്രോഗ്രാമാറ്റിക് രീതിയിൽ വർക്ക് ചെയ്യുന്ന, സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ടാകാൻ പറ്റുന്ന അതാണ് ഒരു ഇ-കോമേഴ്സ് SEO. അത് സാധാരണ ഒരു സർവീസ് ബേസ്ഡ് SEO പോലെയല്ല, കുറേ കണ്ടൻറ്റ് സ്റ്റഫ് ചെയ്ത് റാങ്ക് ചെയ്യിക്കുക എന്നുള്ളതല്ല ഇ-കോമേഴ്സ് SEOൻ്റെ ഒരു ഉദ്ദേശം. കസ്റ്റമറിനൊരു ഇൻറ്റൻറ്റ് ഉണ്ട്. ഇൻറ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വറി അല്ലെങ്കിൽ കീവേഡ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഇൻറ്റൻറ്റ് ഉണ്ട്. ഒരു പർച്ചേസ് നടത്താനുള്ളതായിരിക്കും ആ ഇൻറ്റൻറ്റ്, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് ആയിരിക്കും ഉള്ളത്. ആ ഇൻറ്റൻറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ പ്രോപ്പർലി നമ്മളുടെ ലിമിറ്റഡ് കണ്ടൻറ്റ് വെച്ച് ആ ഇൻറ്റൻറ്റ് കാറ്റർ ചെയ്യണം. അതാണ് ഇ കൊമേഴ്സിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറേ ഇപ്പോൾ റണ്ണിങ് ഷൂസാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെസ്റ്റ് റണ്ണിങ് ഷൂസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ബെസ്റ്റ് റണ്ണിങ് ഷൂസിനെ കുറിച്ച് കുറേ ബ്ലോഗ് എഴുതിയിട്ട് കാര്യമില്ല. ആ ബെസ്റ്റ് റണ്ണിങ് ഷൂസ് എന്ന് പറഞ്ഞാൽ കീവേഡിനെ ഇൻറ്റൻറ്റ് വെച്ചിട്ട്, പർച്ചേസ് ഇൻറ്റൻറ്റ് വെച്ചിട്ട്
എന്തൊക്കെ എലമെൻറ്റ്സ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്ത് കോമ്പറ്റീറ്ററിനേക്കാൾ ബെറ്റർ ആയിട്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി വരും. ഓക്കെ. അടുത്ത് പറഞ്ഞാൽ ഇ-കൊമേഴ്സിൽ 3 പേജ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ, PLP, PDP, ആ ഒരു രീതിയിൽ സ്ട്രക്ചർ ചെയ്യുമ്പോഴാണ് ഇ-കൊമേഴ്സ് രീതിയിൽ വരുന്നത്. സെമി പ്രോഗ്രാമാറ്റിക് ആണ്, എല്ലാ പേജിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാമാറ്റിക് സിൻടാക്സ് വെച്ച് ടൈറ്റിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇ-കൊമേഴ്സ് നമ്മളൊക്കെ ചെയ്യാറ്. ഓക്കെ. ചെറിയ വെബ്സൈറ്റുകളല്ലാതെ. ഇൻ്റർനാഷണൽ SEO വരുമ്പോൾ ഇൻ്റർനാഷണൽ SEO എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇൻ്റർനാഷണൽ ക്ലയൻറ്റിന് ചെയ്യുന്നതാണ് ഇൻ്റർനാഷണൽ SEO. ശരിക്കും അങ്ങനെയല്ല. അങ്ങനെ ഒരു ചെറിയ തോട്ട് ചിലർക്ക് ഉണ്ട്. ശരിക്കും അങ്ങനെയല്ല. മൾട്ടി കൺട്രി, മൾട്ടി ലിംഗ്വൽ ആർക്കിടെക്ചറിലൊക്കെ വരുന്ന വെബ്സൈറ്റുകളുണ്ട്. അതായത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിന് പല രാജ്യങ്ങളിൽ സർവീസ് ഉണ്ടാവും, പല രാജ്യങ്ങളിൽ ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ മൾട്ടി കൺട്രിയിൽ ഇത് കാറ്റർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കണ്ടന്റ് പ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ആ ഒരു കൺട്രിയിൽ തന്നെ 2 ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് UAE ഇംഗ്ലീഷും അറബിക് ഡോമിനൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ സെയിം കണ്ടന്റ് ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ എങ്ങനെ കൊടുക്കും, അത് SEO ഇപ്പോൾ ഉള്ള SEOനെ എഫക്റ്റ് ചെയ്യാതെ എങ്ങനെ കൊടുക്കും. അപ്പോൾ അതിന് സൈറ്റ് ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യേണ്ട രീതിയുണ്ട്. ഓക്കെ. അപ്പോൾ ചില സമയത്ത് UAEയിലുള്ള വെബ്സൈറ്റും ഇന്ത്യയിലുള്ള വെബ്സൈറ്റും 2 ഡൊമൈനിലായിരിക്കും നിൽക്കുക. പക്ഷേ .aയും .inനും 2 ഡൊമൈനിലായിരിക്കും നിൽക്കുക. പക്ഷേ കണ്ടന്റുകളിൽ സിമിലാരിറ്റി വരും, ബ്രാൻഡ് നെയിം സിമിലാരിറ്റി വരും. അപ്പോൾ ഇതെങ്ങനെ ഗൂഗിൾ യൂസേഴ്സിന് മനസ്സിലാവും? ഗൂഗിളിനോട് എങ്ങനെ മനസ്സിലാക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് അല്ലാന്ന്? അതിന് നമ്മൾ കുറച്ച് ടെക്നിക്സ് hreflang കോഡൊക്കെ ഉപയോഗിച്ച് പോയിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനുള്ള സൈറ്റ് ആർക്കിടെക്ചർ, URL ആർക്കിടെക്ചറും പേജിൽ ഡിഫറൻസിയേഷൻ്റെ സ്ട്രാറ്റജീസും, അതുമാത്രമല്ല ഈ കോഡും hreflang കോഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ഇൻ്റർനാഷണൽ SEOയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഓക്കെ. മൾട്ടി ലിംഗ്വൽ അതുപോലെ തന്നെയാണ്. ഒരു വെബ്സൈറ്റിന് 2 ലാംഗ്വേജ് ഉണ്ടെങ്കിൽ hreflang വെച്ചിട്ട് ആ ലാംഗ്വേജിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിൽക്കുന്ന ഒരു വെബ്സൈറ്റ് ക്രൗളർ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇതേ വെബ്സൈറ്റ് അറബിക് ലാംഗ്വേജിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന കോഡുകൾ അതിലിടാൻ പറ്റും. ഓക്കെ. അതാണ് ഒരു ഇൻ്റർനാഷണൽ SEOൻ്റെ ഒരു ബേസിക്സ്. ഓക്കെ. ഓക്കെ. നമുക്ക് ഈ പ്രോഗ്രാമാറ്റിക് SEO ഇനി AI സെർച്ചിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ആവശ്യകത ഉണ്ടോ, അത് ഡെഡ് ആയോ? പ്രോഗ്രാമാറ്റിക് SEO AI സെർച്ച് എന്നൊക്കെ പറയുമ്പോൾ പ്രോഗ്രാമാറ്റിക് SEO 2 ടൈപ്പാണ്. അതായത് നമുക്ക് ട്രാഫിക് അടിച്ച് കയറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പ്രോഗ്രാമാറ്റിക് SEO ഉണ്ട്, അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രോഗ്രാമാറ്റിക് SEO. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2010 മുകളിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ നോക്കിയ കുറേ കേസ് സ്റ്റഡീസാണ്. പ്രോഗ്രാമാറ്റിക് ചെയ്ത് ആൾക്കാർ ഗൂഗിളിൽ നിന്നും മറ്റ് സെർച്ച് എഞ്ചിൻസിൽ നിന്നും ട്രാഫിക് കൊണ്ടുവന്ന് ആഡ്സെൻസിലിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് കോഡേഴ്സാണ്. കോഡ് ചെയ്ത് വെബ്സൈറ്റ് ഇങ്ങനെ പ്രോഗ്രാമാറ്റിക്കലി യൂസർ ക്വറി അനുസരിച്ചും കോമ്പിനേഷൻസ് അനുസരിച്ചും സെറ്റ് ചെയ്ത് കുറേ പേജുകൾ അടിച്ചു വിടും. അപ്പോൾ അത് പീനലൈസ് ചെയ്ത് ഗൂഗിൾ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ആ അപ്ഡേറ്റിൽ ഗൂഗിൾ പീനലൈസ് ചെയ്ത് കുറേ വെബ്സൈറ്റിൽ അടിച്ചു പോയി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ട്രിപ്പ് അഡ്വൈസർ, പിന്നെ ട്രാവൽ ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, പ്രോഗ്രാമാറ്റിക് കണ്ടിട്ടുള്ളത്. അത് യൂസറിൻ്റെ നീഡുണ്ട്. ഓക്കെ, യൂസർ നീഡുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ചെന്നൈയിൽ പോയി. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക് പ്ലേസസ് നിയർ ചെന്നൈ അല്ലെങ്കിൽ ഇൻ ചെന്നൈ സെർച്ച് ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ സിറ്റീസും വെച്ച് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരാളിരുന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. എത്ര കാലം എടുക്കും? ഇപ്പോൾ ഇന്ത്യയിലൊരു 5-6 വർഷം എടുക്കും. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡാറ്റാ സെറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പ്രോഗ്രാമാറ്റിക്കലി ഒരു SEO പ്രാക്ടീസ് ചെയ്യാൻ, SEO അല്ല കണ്ടന്റ് ജനറേഷൻ പ്രാക്ടീസ് ചെയ്ത് അത് ഒരു ടെംപ്ലേറ്റ് ആക്കി ഡിഫറൻസിയേഷൻസ് സെറ്റ് ചെയ്ത് നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി പേജുകൾ അപ്പ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമാറ്റിക്കലി അപ്പ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എത്രത്തോളം ക്രൗഡിൽ നമ്മൾ ലിമിറ്റ് ചെയ്യണം, എത്ര പേജുകളൊക്കെ വെച്ച് അപ്പ് ചെയ്യണം. ഒറ്റയടിക്ക് ഒരു 10,000 പേജ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പണി നമുക്ക് കിട്ടും, ആ ഡൊമൈനിനുള്ള പെയിനലൈസേഷൻ കിട്ടും. ഗ്രാജുവലി അപ്പ് ചെയ്യാൻ പറ്റും പ്രോഗ്രാമാറ്റിക്. അപ്പോൾ എന്നാലും മാനുവൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ അല്ലെങ്കിൽ സ്കെയിലിൽ നമുക്ക് വെബ്സൈറ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഇ-കൊമേഴ്സ് ഒരു സെമി പ്രോഗ്രാമാറ്റിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോ ടൈറ്റിൽ ടാഗ് നമ്മളിരുന്ന് എഴുതുന്നതല്ല. അത് പ്രൊഡക്റ്റ് നെയിം, പിന്നെ ഡിഫറൻസിയേഷൻ്റെ ഒരു കാര്യം, പിന്നെ ബ്രാൻഡിൻ്റെ ഒരു സിൻടാക്സ്, ഇത് വെച്ചിട്ട് ടൈറ്റിൽ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഷീറ്റിലായിരിക്കാം അല്ലെങ്കിൽ ഡാറ്റാബേസിലായിരിക്കാം. അത് പ്രോഗ്രാമാറ്റിക്കലി ഒരു കോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ടെക്നിക്കൽ ഇഷ്യൂസ് കണ്ടുപിടിക്കാൻ പറ്റിയ ടൂളുകൾ ഏതൊക്കെയാണുള്ളത്? ടെക്നിക്കൽ ഇഷ്യൂസ് കണ്ടുപിടിക്കാൻ കുറേ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ HRF യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, സെംറഷ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ സ്ക്രീമിംഗ് ഫ്രോഗ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇഷ്യൂസ് എല്ലാം നോട്ട് ചെയ്യും. പക്ഷെ അതൊരു ശരിക്കും നമ്മളെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് യഥാർത്ഥ സ്കില്ല്. ഇപ്പോൾ സ്ക്രീമിംഗ് ഫ്രോഗ് എന്ന് പറഞ്ഞ ടൂളാണ് ഓൺ പേജിൽ ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത്. അത് ടെക്നിക്കൽ ഇഷ്യൂ കണ്ടുപിടിക്കാൻ മാത്രമുള്ളതല്ല, കണ്ടന്റ് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ടൈറ്റിൽ ഇല്ലാത്ത ബേസിക് ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാ ടൈറ്റിൽ ഇല്ലാത്ത
പേജുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ജാവാസ്ക്രിപ്റ്റ് വെച്ച് റെൻഡർ ചെയ്യുന്ന കണ്ടന്റ് ഉള്ള പേജും ഇല്ലാത്ത കണ്ടന്റും, എത്ര ശതമാനം കണ്ടന്റ് ജാവാസ്ക്രിപ്റ്റിൽ വരുന്നതൊക്കെ സ്കെയിലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടൂൾസാണ് ഇതുപോലുള്ള. പക്ഷേ HRF അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്, നമ്മൾ ടോക്കൺ വൈസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടൂള് സ്ക്രീമിംഗ് ഫ്രോഗ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. ഓക്കെ, ഈ SEO പഠിക്കുന്ന ആൾക്കാർ ഈ പാറ്റേൺസ് പഠിക്കേണ്ട ആവശ്യകത ഉണ്ടോ? ഈ ഗൂഗിൾ പാറ്റന്റ് അഭിനവിൻ്റെ ലിങ്ക്ഡിൻ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പാറ്റന്റിനെ കുറിച്ച്. ആക്ച്വലി പഠിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ആവശ്യമൊന്നുമില്ല. നമുക്ക് ജനറിക്കായിട്ട് എല്ലാ SEOക്കാരും ഈ പാറ്റൻ്റൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല SEO ചെയ്യുന്നത്. ഇത്ര ഇപ്പം ആൾക്കാർ ചോദിക്കും, ഇപ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്തിട്ടാണോ പഠിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്, ഞങ്ങളുടെ വെബ്സൈറ്റൊക്കെ റാങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് ശരിയാണ്, നിങ്ങൾ ചെയ്യുന്ന കുറേ അവരങ്ങനെ ചെയ്യുന്ന കുറേ പ്രാക്ടീസസൊക്കെ കറക്റ്റ് തന്നെയാണ്, അത് ചെയ്യുമ്പോൾ റാങ്ക് ചെയ്യും. പക്ഷെ പാറ്റൻറ്റ് വായിച്ച് മനസ്സിലാക്കിയുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാറ്റൻറ്റും വായിച്ചിട്ടും കാര്യമില്ല കേട്ടോ. ഏത് പാറ്റൻറ്റ് വായിക്കണം എന്നുള്ളതും ഒരു സ്കില്ലാണ്. കുറേ പാറ്റൻറ്റുകൾ ഗൂഗിൾ പബ്ലിഷ് ചെയ്യും, മൈക്രോസോഫ്റ്റ് പബ്ലിഷ് ചെയ്യും, ഓപ്പൺ ഐ പബ്ലിഷ് ചെയ്യും. അതിൽ SEOന് റിലവൻ്റ് ആയിട്ടുള്ള പാറ്റൻറ്റ്, ഈ ഏജിൽ റിലവൻ്റ് ആയിട്ടുള്ളത്, ഇപ്പോഴും നിലനിൽക്കുന്ന പാറ്റൻറ്റ്, അത് തന്നെയാണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ നിന്ന് നമുക്ക് ഈ സിസ്റ്റം എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാവും. ആ സിസ്റ്റം ഇത് ശരിക്കും ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. AI സെർച്ച് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ഇങ്ങനെയാണ് റിസൾട്ട് കൊണ്ടുവന്നിരുന്നത് നമുക്ക് മനസ്സിലാവും. അത് ഈ പാറ്റൻറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഒരു ഇൻറ്റേർണൽ ലിങ്കിൻ്റെ ഒരു ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു പാറ്റൻ്റ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിങ്കും എല്ലാവരും ആങ്കർ ടെക്സ്റ്റും കീവേഡ് സ്റ്റഫ് ചെയ്യലാണ്. ശരിക്കും ഈ പാറ്റൻറ്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്കിൻ്റെ ചുറ്റുമുള്ള വേർഡ്സ് എടുക്കും. അത് ആ വേർഡ് പറഞ്ഞിട്ട് ഈ ടെക്സ്റ്റ് ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അത് നോക്കും. എന്നിട്ട് അതിന് ഒരു ലോഗ് ഡാറ്റ വെച്ചിട്ട് എത്രത്തോളം ക്ലിക്ക് അതിലേക്ക് വരുന്നുണ്ട്, അതിൽ യൂസർ എത്ര ഡെപ്തിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, എത്ര ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്, ആ ഇൻഫർമേഷൻ വെച്ചിട്ട് പിന്നീടും പഴയ പേജിലേക്ക് വരുന്നുണ്ടോ, ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഗൂഗിൾ. അപ്പോൾ ഇതെല്ലാം ഈ സിസ്റ്റം തിങ്കിങ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ, തിങ്കിങ് നമുക്ക് വരണം എന്നുള്ളൊരു കാര്യത്തിനാണ് ആ പാറ്റൻറ്റുകളൊക്കെ പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ ആങ്കർ ടെക്സ്റ്റിൽ കീവേഡ് സ്റ്റഫ് ചെയ്തിരിക്കും. ശരിക്കും ഈ പാറ്റൻറ്റ് പഠിച്ച ചെയ്ത ആളുകൾ എന്ത് മനസ്സിലാക്കും, ഓക്കെ ഇങ്ങനെയാണ് എടുക്കുന്നത്, അപ്പോൾ അതിന് മുമ്പുള്ള ടേംസ് ഇതായിരിക്കണം, അതിന് ഇത്ര വെയിറ്റേജ് കൊടുക്കണം, ആ ടേംസ് തന്നെ ആയിരിക്കണം നെക്സ്റ്റ് പേജിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ടേമിൻ്റെ അനുസരിച്ചുള്ള പേജ് ആയിരിക്കണം നെക്സ്റ്റ് പേജിൽ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അഭിനവിൻ്റെ ഓൺ ബ്രാൻഡാണല്ലോ SEO സെൻറ്ററിൽ. അതിന് കുറേ ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്താണ്? SEO സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ SEO കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാനും പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടി തുടങ്ങിയ ഒരു വെബ്സൈറ്റാണ് SEO സെൻറ്റർ. അതിൽ ബേസിക്കലി അന്ന് ഞാൻ വേർഡ്പ്രസ്സിൽ ബിൽഡ് ചെയ്യാനാണ് ആദ്യം ശ്രമിച്ചത്. വേർഡ്പ്രസ് നോക്കി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇട്ട് നോക്കി ഡൊമൈൻ കണക്ട് ചെയ്യാനും ഹോസ്റ്റിംഗ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയാനൊക്കെ എനിക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണ് SEO സെൻറ്റർ. ഓക്കെ, അത് കണക്ട് ചെയ്തു, വേർഡ്പ്രസ് വർക്ക് ചെയ്തു. അത് എന്താ പറയുക, അതിൻ്റെ ത്രില്ല് പോയി. ആർട്ടിക്കിൾ ഇടുന്നത് മാത്രമായി എൻ്റെ ജോലി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട്, നമുക്ക് HTML CSS പഠിച്ചേക്കാം, ഡെവലപ്മെൻറ്റ് പഠിച്ചേക്കാം. ഞാൻ നൈസായിട്ട് ആ വേർഡ്പ്രസ് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഹോസ്റ്റിങ്ങിൽ HTML-ഉം CSS-ഉം ബേസിക് ജാവാസ്ക്രിപ്റ്റും വെച്ചിട്ട്, ഫ്രെയിംവർക്ക് പറയുന്നില്ല, ആ ഒരു ജാവാസ്ക്രിപ്റ്റും വെച്ചിട്ട് കോഡ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്ന് ChatGPT സഹായം ഉണ്ടെങ്കിലും ബേസിക് കോഡിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഡാറ്റാബേസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ SEO സെൻറ്ററിൻ്റെ രൂപം അങ്ങോട്ട് മാറി. ആർട്ടിക്കിൾ തന്നെ വരുന്നത്, പക്ഷേ എല്ലാവരും ആർട്ടിക്കിളേ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ SEO പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിച്ചു. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പണിയായി. കാരണം ഞാൻ ഇരുന്ന് കൂടെ ചെയ്യണം ഒരു പുതിയ ആർട്ടിക്കിൾ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ അത് വീണ്ടും ഡംപ് ചെയ്തു, ആ ഡാറ്റാബേസ് ഒക്കെ കളഞ്ഞു. ഹോസ്റ്റിംഗ് 1 വർഷം 10,000 രൂപ ചിലവ്. ഇനി അതിൻ്റെ ആവശ്യം എനിക്കില്ല, ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വേറൊരു CMS-ലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ ഹാഷ്നോഡ് എന്ന് പറഞ്ഞൊരു CMS-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സാധനങ്ങളൊന്നുമില്ല, ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് മാത്രമായി. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു വിഷൻ മാറി. എനിക്ക് പഠിക്കാന്നുള്ളതല്ലാതെ ഞാൻ പഠിക്കുന്ന അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാന്നുള്ളതായി. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് എക്സ്പെരിമെൻറ്റ്സ്, SEOൻ്റെ എക്സ്പെരിമെൻറ്റ്സ് റൺ ചെയ്ത് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ഒരു 30 ആർട്ടിക്കിൾസ് ആകെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും മന്ത്ലി ഒരു 1000 യൂസേഴ്സ് US, UK, ജർമ്മനി, ഇന്ത്യ എന്നുള്ള രീതിയിൽ വരുന്ന SEO സെർച്ചിൽ നിന്ന് തന്നെ വരുന്ന 30 ആർട്ടിക്കിളിലേക്ക് ഇത്രയും യൂസേഴ്സ് വരുന്ന രീതിയിലേക്ക് അത് ഗ്രോ ആയി. പിന്നെ കുറേ ആളുകൾ ആ ആർട്ടിക്കിൾ വായിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഇത് നമുക്ക് ഇത്ര എക്സ്പ്ലെയിൻ ആയിട്ട് കിട്ടി. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഗൈഡ് അതിൽ കിടക്കുന്നുണ്ട്. അതിൽ കുറേ ആളുകൾ എനിക്ക് ഇൻക്വയറി വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൈഡ് കാണും, ഗൈഡിൻ്റെ അവസാനം എൻ്റെ ഒരു പേരുണ്ട്, എന്നിട്ട് എനിക്ക് ലിങ്ക്ഡിനിൽ കണക്ഷൻ വരും, എന്നിട്ട് എൻ്റെ വെബ്സൈറ്റിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കൺസൾട്ടേഷൻ രീതിയിലേക്ക്, അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിള്ളേരാണ് വരുന്നത്, അവിടെ SEO ചെയ്യുന്ന ആളുകളാണ് വരുന്നത്. അപ്പോൾ കാരണം ഇതെവിടെയും പഠിപ്പിക്കുന്നില്ല, നമ്മൾ സ്വയം കുത്തിരുന്ന് പഠിച്ച കാരണം നമ്മളത് പബ്ലിഷ് ചെയ്യുന്നു.
ഈ ആർട്ടിക്കിൾ വായിച്ച് അങ്ങനെ വരുന്നു. ഇനി എൻ്റെ ഒരു വിഷൻ മാറ്റിയിട്ട് SEO സെൻട്രൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഒരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ DMC എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. അതെ. അപ്പോൾ SEO സെൻട്രൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഞാൻ കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൗരവ്, നേരത്തെ ഒരു പോഡ്കാസ്റ്റ് നമ്മളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കമ്പനി സ്പൈഡർവർക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ചൊരു ടീം ഉണ്ടായിരുന്നു. അതിൽ ഗ്രോത്ത് മൈൻഡഡ് ആയിട്ടുള്ള ടീം ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി, ചെറിയൊരു ഗ്രൂപ്പ് തുടങ്ങി. ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത്, കാരണം എനിക്ക് ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന എല്ലാ അപ്ഡേറ്റും നമ്മുടെ ഓഫീസിൻ്റെ അൺഒഫീഷ്യൽ ഗ്രൂപ്പിലിടും. അപ്പോൾ അവർ ആൾക്കാർ ഓരോന്ന് പറയും. കാരണം അവർ വർക്ക് റിലേറ്റഡ് അല്ലാതെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് രാത്രി 12 മണിക്ക് ഒരാൾ ലിങ്ക് ഇടുകയാണ്, ഈ പുതിയ ഗൂഗിളിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കലിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടീം, ഒരു ഗ്രൂപ്പ് തുടങ്ങി, ഇൻഡസ്ട്രി അപ്ഡേറ്റ്സ് ആൻഡ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഒരു വർഷത്തോളം അതിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും അങ്ങനെയുള്ള ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഞങ്ങളൊരു സെഷൻസൊക്കെ വയ്ക്കും, ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്കൊപ്പം. അതിൽ നിന്ന് ആ ടീമിലുള്ള ഒരു 5-8 പേര് നല്ല രീതിയിൽ, ഇപ്പോൾ സൗരവും പിന്നെ പറഞ്ഞപ്പോൾ അബീത്ത് അങ്ങനെയുള്ളവരൊക്കെ നല്ല രീതിയിൽ കരിയറിൽ ഗ്രോത്തായി വന്നു. അപ്പോൾ ലാസ്റ്റ് ഇയർ ഡിസംബറിൽ ഞങ്ങൾ ആലോചിച്ചു, എന്തുകൊണ്ട് ഇതൊരു സ്പൈഡറിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള ആൾക്കാർ മാത്രമാവരുത്, എല്ലാവർക്കും കൂടി ഓപ്പൺ ആയിട്ട് കൊടുക്കാം എന്നുള്ള രീതി തീരുമാനിച്ചാണ് ഞങ്ങളൊരു ബ്രാൻഡ് നെയിം തന്നെ. ഞങ്ങളെപ്പോഴും ബിസിനസ് എന്നുള്ള രീതിയിൽ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ബ്രാൻഡ് നെയിം ചിന്തിച്ചു, ഫ്യൂച്ചറിൽ എങ്ങനെ വേണമെങ്കിലും സ്കെയിൽ ചെയ്യാം, ഡിജിറ്റൽ മൈൻഡ് കളക്റ്റീവ് ഉള്ളൊരു ബ്രാൻഡ് നെയിം എടുത്തു. അതും പഠിക്കാൻ വേണ്ടി ഡൊമൈൻ എടുത്തു. AI വെച്ച് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്ന് പഠിച്ചു. പല ടൂൾസും യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. അരമണിക്കൂറിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ നടക്കുന്ന ഒറ്റ ദിവസത്താണ്. ഒരു കസ്റ്റം ഫോം ക്രിയേറ്റ് ചെയ്തു, API വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഗൂഗിൾ ഷീറ്റിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തു, ആപ്സ്ക്രിപ്റ്റ് വെച്ചിട്ട് അതിലൊരു സിസ്റ്റം ഉണ്ടാക്കി. ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും കയറി ജോയിൻ ചെയ്ത് ചത്തിരിക്കാൻ പറ്റില്ല. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്ത് അങ്ങനെയുള്ള സിസ്റ്റംസ് ഉണ്ടാക്കി. അതിലുള്ള എല്ലാ യൂസേഴ്സിൻ്റെയും ഡാറ്റാബേസ് നമ്മുടെ കയ്യിലുണ്ട്. എത്ര സെഷനിൽ ഇവരൊക്കെ അറ്റൻഡ് ചെയ്തു എന്നുള്ള ഡാറ്റാബേസ്. നമ്മളെല്ലാ വീക്കെൻഡിലും നമ്മൾ ഫ്രീ സെഷൻസ് കൊടുക്കും. എന്നിട്ട് എത്ര സെഷൻസ് അറ്റൻഡ് ചെയ്തു ഓരോരുത്തർ യൂസേഴ്സും അതിനൊക്കെ ഇങ്ങനെ ഡാറ്റ കണക്ഷൻ വരും. അപ്പോൾ നമുക്കറിയാം ഇത്രയും സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, അത്രയും ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ ഞങ്ങളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ഹയർ അവിടെ നിന്നായിരിക്കും. പിന്നെ ഇപ്പോൾ നമുക്കൊരു നല്ല കമ്പനിക്ക് റെഫറൻസ് കൊടുക്കണമെങ്കിൽ നമുക്കറിയാം, ഇന്നൊരാൾക്ക് ഇന്നൊരു ഏരിയയിലാണ് ഇൻട്രസ്റ്റ്. നമുക്കറിയാം ഒരാൾ SEOൻ്റെ സെഷൻസ് ആണ് കൂടുതൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആളിപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി ആൾക്ക് ഇൻട്രസ്റ്റ് SEO ആണ്. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ആളെ നമുക്ക് ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് പോലെ തുടങ്ങിയതാണ് DMC. SEO സെൻറ്ററിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? SEO സെൻറ്ററിൽ ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞു, അതൊരു എക്സ്പെരിമെൻറ്റ് ബേസിൽ തുടങ്ങിയ ബ്രാൻഡാണ്. പക്ഷേ അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബ്രാൻഡായിട്ട് മാറി. ലാസ്റ്റ് ടെക്നിക്കൽ SEO സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസ് കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയിട്ടുണ്ടായി. അത് ആ ബ്രാൻഡിൻ്റെ അണ്ടറിലാണ് ഞാൻ ചെയ്തത്. ബേസിക്കലി കേരളത്തിൽ ആദ്യമായിട്ട് ടെക്നിക്കൽ SEO ഇത്രയും ഞാൻ ഡീപ്ലി പഠിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ഉള്ള, അതായത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, ആ ടെക്നിക്കലി കാര്യങ്ങൾ പഠിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാന്നുള്ള രീതിയിൽ ടെക്നിക്കൽ SEOൻ്റെ 3-day വർക്ക്ഷോപ്പ് സീരീസ് നമ്മൾ നടത്തി. നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, അതിൽ നല്ല എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഞാനിനി ആലോചിക്കുന്നത് ഈ ഒരു ബ്രാൻഡിനെ തന്നെ നിലനിർത്തി ഒരു 3 വെർട്ടിക്കലിൽ ഗ്രോ ചെയ്യാമെന്നുള്ള രീതിയിൽ. 3 വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SEO സെൻട്രൽ എന്ന് പറഞ്ഞ ഒരു മെയിൻ ബ്രാൻഡ്, അതിൻ്റെ അണ്ടറിൽ ഒരു റിസർച്ച് വിങ് ഉണ്ടാക്കുക. ഇപ്പോൾ റിസർച്ച് വിങ്ങിന് ഇപ്പോൾ 2 പേരായി. അതിൽ ഹെഡ് ചെയ്യുന്നത് ഞാൻ തന്നെ. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് SEOയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, പാറ്റൻറ്റ് സ്റ്റഡി, അതൊക്കെ റിസർച്ച് വിങ്ങിൽ കൊണ്ടുവരിക. പിന്നെയുള്ള ഇംപ്ലിമെൻറ്റേഷൻ വിങ്, അതായത് ഇപ്പോൾ ഹെഡ് ചെയ്യുന്നത് ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ. ഫസ്റ്റ് 1 man ആർമി ആയിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ വിങ്ങിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റേ റിസർച്ച് വിങ്ങിൽ 2 പേരുണ്ട്. കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ, കൺസൾട്ടേഷൻ മാത്രം, കറക്റ്റ് കാര്യങ്ങളില്ല. ഒരു ബിസിനസ് ഒരു ഏജൻസി വരികയാണെങ്കിൽ അവർക്ക് കൺസൾട്ടേഷൻ കൊടുത്ത് SEO ലെവലിൽ GEO ലെവലിൽ കൺസൾട്ടേഷൻ കൊടുക്കുക എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ റീസെൻ്റ്ലി ലിങ്ക്ഡിനിലൊന്നും നമ്മൾ ആക്റ്റീവ് അല്ലാതെ ഫുൾ ഇതിൻ്റെ പിന്നിലുള്ള വർക്കാണ്. പിന്നുള്ള ഒരു 3rd പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്. അപ്പോൾ റിസർച്ച്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ട്രെയിനിങ് വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു കുറേ ഏജൻസികളുണ്ടാവും. അവിടെയൊക്കെ ട്രഡീഷണൽ രീതിയിൽ തന്നെ SEO ചെയ്യുന്ന കുറേ വലിയ ടീമുള്ള ഏജൻസികളുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ വലിയൊരു ഷിഫ്റ്റ് SEOയിൽ നടന്നിട്ടുണ്ട്. GEO എന്ന് പറഞ്ഞ സംഭവം വന്നു. അപ്പോൾ നമുക്കിതിന് റിസർച്ച് ചെയ്യാനുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച, ഇംപ്ലിമെൻ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ ഈ ഒരു എന്താ പറയുക, ഏജൻസികളെ ട്രെയിൻ ചെയ്യുക, ഏജൻസിയിലുള്ള സ്റ്റാഫിന് ട്രെയിൻ ചെയ്യുക, പഠിക്കണമെന്ന് ആഗ്രഹമുള്ള പ്രൊഫഷണൽസിനെ ട്രെയിൻ ചെയ്യുക. സോ ആ ഒരു 3 ലെവൽ വെർട്ടിക്കലിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ റിസർച്ച് വിങ്ങിലേക്ക് ഇപ്പോൾ 2 പേര് നമ്മൾ എൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇങ്ങനെ പഠിക്കുന്ന 2 പേര് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കിട്ടിയത് അവർ എടുത്തിട്ടുണ്ട്, ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് ചെയ്യുന്നു, അതിനാണ് ഈ പാറ്റൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ
നമ്മൾ പാറ്റന്റ് റിസർച്ച് ചെയ്യുന്നു, അതിൽ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ നിൽക്കുന്ന ആ ഒരു പില്ലറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ടെസ്റ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട്, 5-6 വെബ്സൈറ്റിൽ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഇ-കൊമേഴ്സിൻ്റെ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇ-കൊമേഴ്സിൽ ടെസ്റ്റിംഗ് നടത്തും. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ഇങ്ങനെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ പ്രൊജക്റ്റിലും ടെസ്റ്റിംഗ് പ്രൊജക്റ്റുകളിലും ക്ലയൻറ്റ് കൺസൾട്ടേഷൻ പ്രൊജക്റ്റുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു റിസർച്ചിൽ നിന്ന് കിട്ടുന്ന ടെസ്റ്റിങ്ങിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ സ്ട്രക്ചേർഡ് കോഴ്സോ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് ട്രെയിനിങ് എന്നുള്ള രീതിയിലേക്കും മെന്റർഷിപ്പ് 3 പില്ലറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടിപൊളി. താങ്ക് യു. സ്റ്റിൽ ഇപ്പോഴും ഗ്രൂപ്പുകളിൽ കാണാറുണ്ട് ബാക്ക് ലിങ്കിങ് സൈറ്റുകൾ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് പ്രോപ്പർലി ഒന്ന് ബാക്ക് ലിങ്കിങ്, ആ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും? ഉള്ള കാര്യം പറയാലോ, ഞാനൊരു ബാക്ക് ലിങ്ക് ഉണ്ടാക്കിയിട്ട് 3 വർഷമായി. ഞാൻ SEO നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു കറക്റ്റ് ബാക്ക് ലിങ്ക് ഇട്ടിട്ട് 2.5 വർഷത്തിന് മുമ്പാണ് അതിന് വേണ്ടി നമ്മളൊരു എഫേർട്ട് ഇട്ട് ഒരു ബാക്ക് ലിങ്ക് അക്വയർ ചെയ്യുക എന്നുള്ളൊരു സംഭവം ചെയ്തിട്ട്. എന്ന് വെച്ചാൽ ആ ഒരു നോർമൽ പ്രോസസ്സ് ഉണ്ട്. ഒരു സൈറ്റ് കണ്ടുപിടിക്കുന്നു, അതിൽ കുറച്ച് കണ്ടന്റ് ഇടുന്നു, ഒരു ലിങ്ക് വയ്ക്കുന്നു. അത് ഇപ്പോഴും അത് ചെയ്യുന്ന ആളുകളുണ്ട്. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞ ടേം മാറ്റി എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ടേം റെഫറൽ ലിങ്കുകൾ എന്നുള്ള ടേം ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കണ്ടന്റിനെ മറ്റൊരു വെബ്സൈറ്റ് റെഫർ ചെയ്യുന്നു. ഓക്കെ, അതാണ് ആക്ച്വലി വേണ്ടത്. ഒരു ലൈക്ക് ഡിജിറ്റൽ PR സ്ട്രാറ്റജി പോലെ. ഡിജിറ്റൽ PR അതിൻ്റെ ഒരു ഭാഗമാണ്. അത് PR ആണ്. പക്ഷെ റെഫറൽ ലിങ്ക് അക്വയർ അല്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞ ടേമിനേക്കാൾ ഞാൻ കൺസിഡർ ചെയ്യാൻ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടേം, അല്ലെങ്കിൽ ഞാൻ ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞ ടേമിനേക്കാൾ ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടേം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ടേം എന്ന് വെച്ചാൽ റെഫറൽ ലിങ്കുകൾ എന്നുള്ളതാണ്. റെഫറൽ ലിങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ PR ഒക്കെ പോലെ. ഡിജിറ്റൽ PR അതിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ PR ചെയ്യുന്നു, പബ്ലിക് PR ആക്ടിവിറ്റി ചെയ്തിട്ട് ലിങ്കുകൾ അക്വയർ ചെയ്യുക അല്ലെങ്കിൽ ബ്രാൻഡ് മെൻഷൻസ് അക്വയർ ചെയ്യുക എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല. നമ്മളുടെ ഒരു കണ്ടന്റ് അത് റെഫർ ചെയ്യാൻ വൃത്തിയാണ് എന്ന് മറ്റൊരു ബ്രാൻഡിന് തോന്നി അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണിന് തോന്നി അവിടേക്ക് ഒരു ലിങ്ക് കൊടുക്കുക. അതായത് ആളുടെ യൂസേഴ്സിന് ഇത് ബെനിഫിറ്റ് ആയിരിക്കും എന്ന് തോന്നി അവിടേക്ക് ഒരു ലിങ്ക് കൊടുക്കുക. അത് ക്രൗളേഴ്സിന് വേണ്ടി ചെയ്യുന്നതല്ല. യൂസേഴ്സ് ആ ലിങ്ക് കയറി അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന രീതി. ഇപ്പോൾ എൻ്റെ SEO സെൻറ്റർ അതിൻ്റെ ഏറ്റവും നല്ല കേസ് SEO സെൻറ്ററിൽ തന്നെയാണ്. നിങ്ങൾ SEO സെൻറ്ററിൽ വെബ്സൈറ്റ് എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ടൂൾ ഇട്ടിട്ട് അതിൻ്റെ ഒരു ബാക്ക് ലിങ്ക് ഓടിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിക്കിപീഡിയയിൽ നിന്ന് ബാക്ക് ലിങ്ക് ഉണ്ട്. പല ഏജൻസി വെബ്സൈറ്റുകളിൽ നിന്ന് ബാക്ക് ലിങ്ക് അല്ല റെഫറൽ ലിങ്കുകളുണ്ട്. അതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ ഒരിക്കലും ഒരു സൈറ്റിലും എൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഇട്ടിട്ടില്ല. ഇപ്പോൾ നോർവേയിലൊരു ഏജൻസിയിൽ നിന്ന് എൻ്റെ വെബ്സൈറ്റിക്ക് ലിങ്ക് ഉണ്ട്. ജർമ്മൻ ലാംഗ്വേജിലുള്ള ഒരു ബ്ലോഗിൽ നിന്ന് എൻ്റെ വെബ്സൈറ്റിക്ക് ലിങ്ക് ഉണ്ട്. സംഭവം എങ്ങനെയാണ് വരുന്നത്? അവരിത് വായിക്കുന്നുണ്ട്, വായിച്ചിട്ട് ഓക്കെ എൻ്റെ യൂസേഴ്സിന് ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ആവുമെന്ന് തോന്നി ലിങ്ക് വർത്തി അസറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്ന പ്രാക്ടീസാണ്. അതുപോലെ തന്നെ ജിയോൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, വിക്കിപീഡിയ എന്നൊരു ലിങ്ക് ഉണ്ട്. അത് ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജിയോനെ കുറിച്ച് ഏറ്റവും ആദ്യം എഴുതിയ ആളാണ് ഞാൻ. അന്ന് ഈ വിക്കിപീഡിയ എഡിറ്റേഴ്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു ആർട്ടിക്കിളാണിത്. അന്ന് സൈറ്റ് ചെയ്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ PRൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ SEOയിൽ? ഡിജിറ്റൽ PR SEOക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു ആക്ടിവിറ്റി അല്ല, മൊത്തം ബ്രാൻഡിന് വേണ്ടി ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മളുടെ മൊത്തം ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിൽ നമ്മുടെ ബ്രാൻഡ് ഒന്ന് പൊലിപ്പിച്ച് കാണിക്കുക എന്നുള്ള സംഭവമാണ്. അത് SEOക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറേ റെഫറൽ ലിങ്കുകൾ കിട്ടും, ലിങ്ക് അല്ലെങ്കിൽ ബ്രാൻഡ് മെൻഷൻസ് കിട്ടും. അത് ഡിജിറ്റൽ PR SEO ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വെബ്സൈറ്റിലാണ് നമ്മളുടെ PR ന്യൂസ് അല്ലെങ്കിൽ PR ആർട്ടിക്കിൾ പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളുടെ ബ്രാൻഡ് നെയിം മെൻഷൻ ചെയ്യുന്നതിൻ്റെ ചുറ്റുള്ള, നേരത്തെ ഇൻറ്റേർണൽ ലിങ്കിൻ്റെ എക്സ്റ്റേണൽ ലിങ്കിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ചുറ്റുള്ള വേർഡ്സ് ഏതൊക്കെയാണ്. നെഗറ്റീവ് വേർഡ്സിൻ്റെ ഒപ്പം നമ്മുടെ ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ശ്രദ്ധിച്ചിട്ടുണ്ട്. ന്യൂസിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അവരൊരു ലിങ്ക് വെക്കും അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് മെൻഷൻ വരും. പക്ഷേ നമ്മൾ ആ PR ഓഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ, ഡിജിറ്റൽ PR ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, നമ്മൾ ഡിജിറ്റൽ PR ചെയ്യുന്ന ഏജൻസികൾ നമ്മളെപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യാം. ഏജൻസികൾക്ക് കറക്റ്റ് ഗൈഡ് ലൈൻസ് കൊടുക്കും. നമ്മുടെ ബ്രാൻഡ് എവിടെയാണ് മെൻഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടത്, ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്കിന് ചുറ്റുമുള്ള വേർഡ്സ്. അത് SEOക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡിജിറ്റൽ PR സ്ട്രാറ്റജിയിൽ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. റീസെൻ്റ്ലി എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സെർച്ച് കൺസോളിൽ സെറ്റിങ്സിൽ ചെക്ക് ചെയ്യപ്പോൾ സെർവർ കണക്ടിവിറ്റി ഹോസ്റ്റിങ്ങിൻ്റെ അത് ഡൗൺ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി എങ്ങനെ അത് സെർവർ കണക്ടിവിറ്റിയിൽ റെഡ് മാർക്ക് എങ്ങനെ വരുന്നു, അത് അപ്പ് ചെയ്ത് ട്രെൻഡ് കാണിക്കുന്നത്. അത് കുറേ ആൾക്കാർ വിചാരിക്കുന്നത് ഹോസ്റ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. അത് ഹോസ്റ്റിങ്ങിൻ്റെ ഇഷ്യൂ ആയിട്ട് വരാം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവൻ്റെ ഒരു ക്ലയൻറ്റ് ഈ സെർവർ കണക്ടിവിറ്റി
ഹോസ്റ്റ് കണക്ടിവിറ്റി അല്ലെങ്കിൽ സെർവർ കണക്ടിവിറ്റി ട്രാക്കിംഗ് ആ ഒരു റിപ്പോർട്ടിൽ ഫുൾ എറർ കാണിക്കുന്നു. ഓക്കെ. അപ്പോൾ അവൻ എന്ത് ചെയ്തു, പ്രോബബ്ലി ആ ബിസിനസ് SEO ചെയ്യുന്ന ടീം ആ ഹോസ്റ്റിംഗ് മാറ്റി, ബ്ലൂ ഹോസ്റ്റ് മാറ്റി വേറെ ഹോസ്റ്റിംഗ് കമ്പനിയിലേക്ക് മാറ്റി. അതേ ഇഷ്യൂ വീണ്ടും. അപ്പോൾ വീണ്ടും ഹോസ്റ്റിംഗ് മാറ്റി. അപ്പോൾ 2 തവണ ഹോസ്റ്റിംഗ് ചേഞ്ച് ചെയ്യണതിൻ്റെ ഫീ ഒക്കെ പോയി. പിന്നെയാണ് ഇതൊന്ന് ഡിഗ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരൊറ്റ ഫയലിലുള്ള ഒരു ഇഷ്യൂ കാരണമാണ്. അതായത് ഒരു ടെംപ്ലേറ്റ് ബേസ്ഡ് കസ്റ്റം ചെയ്ത വെബ്സൈറ്റാണ്. അതിൽ ബ്ലോഗിൻ്റെ ഒരു കാറ്റഗറിയിൽ ഒരു എലമെൻ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫയലിലുള്ള ഇഷ്യൂ കാരണമാണ്. ആ ഒരു ഫയലിന് മാത്രമാണ് ആ ഒരു സ്ക്രിപ്റ്റാണ്, ആ സ്ക്രിപ്റ്റ് മാത്രമാണ് ഈ സെർവർ കണക്ടിവിറ്റി ഇഷ്യൂ വരുന്നത്. അതാണ് ഈ എററായിട്ട് കാണിക്കുന്നത്. ആ പേജിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു ടെംപ്ലേറ്റിൽ ചെയ്ത പേജുകൾക്കാണ് ഇംപ്രഷനും ക്ലിക്സിനും ഇഷ്യൂ ഉള്ളതും. ഓക്കെ, അതിന് ഹോസ്റ്റിംഗ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ഉള്ള ഐഡിയ ഉള്ള ആൾക്കാർ വേണ്ടത്. ശരിക്കും സംഭവിക്കുന്നത് ആ സ്ക്രിപ്റ്റ് മാത്രം എടുത്ത് ആ ഒരു ടെംപ്ലേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പേജിൻ്റെ ഡിസൈനിൻ്റെ ഇഷ്യൂ സോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവിടെ ചെയ്യേണ്ട കാര്യം. ഹോസ്റ്റിങ്ങിൻ്റെ ആണ് ഇഷ്യൂ ഓർ നമ്മളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ആണ് ഇഷ്യൂ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം ഈ സെർവർ കണക്ടിവിറ്റിയിൽ. മനസ്സിലായി. നമുക്കിപ്പോൾ ഈ വെബ്സൈറ്റ് മൈഗ്രേഷൻ അല്ലെങ്കിൽ റിവാമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൾറെഡി SEO ഒക്കെ ചെയ്ത് റാങ്കിങ്ങിലുള്ള വെബ്സൈറ്റ്. അതെ, അത് കുറേ ബിസിനസ്സുകാർക്ക് ട്രഡീഷണൽ ബിസിനസ്സിനൊക്കെ അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ വെബ്സൈറ്റ് ഉള്ള ബിസിനസ്സുകളുണ്ട്. പഴയ ഡിസൈൻ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ബിസിനസ്സുകാരെ നോക്കി ഞാൻ കുറച്ച് കാശൊക്കെ ആയി ചേഞ്ചൊക്കെ ചെയ്യാം, അപ്പോൾ അവർ നേരെ വെബ്സൈറ്റ് ഡിസൈൻ ടീമിനെ കോൺടാക്ട് ചെയ്യും. അവർ അടിപൊളി ഡിസൈനൊക്കെ കൊണ്ടുതരും. അവരതങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോഴാണ് ബിസിനസ് ഇല്ലാണ്ടാവും. ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന കുറേ സെയിലുണ്ടാവും, ലക്ഷങ്ങളുടെ സെയിൽ ഒറ്റയടിക്ക് തീരും. അപ്പോഴാണ് SEO ടീമിനെ വിളിക്കുന്നത്. എന്താ നിങ്ങൾ ചെയ്യുന്നത്? ശരിക്കും അവരെല്ലാം ചെയ്തത്. ശരിക്കും SEO ടീമിനെ കൺസൾട്ട് ചെയ്യണം. ഒരു വെബ്സൈറ്റ് റീഡിസൈൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് റീവാമ്പ് ഉണ്ടെങ്കിൽ മൈഗ്രേഷൻ ഉണ്ടെങ്കിൽ ആദ്യം വരേണ്ടത് SEOൻ്റെ അടുത്താണ്. നമ്മൾ വെബ്സൈറ്റിൽ ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ചെയ്തു വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് URL-കൾ. മുമ്പുണ്ടായിരുന്ന വെബ്സൈറ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന റീഡിസൈൻ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന വെബ്സൈറ്റിൻ്റെ എല്ലാ URL-ഉം അതേപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ. പക്ഷേ നമ്മളുടെ റീവാമ്പിൻ്റെ ഉദ്ദേശം തന്നെ URL മാറ്റാൻ ആണെന്നുള്ളൊരു സിനാരിയോസ് ഉണ്ടാവും. അത് SEO സ്ട്രാറ്റജി വരുന്ന രീതിയിൽ നേരത്തെ ഉള്ള URLs ബ്ലോഗായിട്ട് അതിന് സർവീസ് പേജായിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു സിസ്റ്റംസ് അങ്ങനെ ടൈപ്പ് ഉള്ള റിക്വയർമെൻറ്റ്സും ഉണ്ടാവും മൈഗ്രേഷൻ. അത് SEO ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ അതിന് ഇഷ്യൂ വരാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ഓഡിറ്റ് ഉണ്ട്. നമ്മളെല്ലാ SEO ഓഡിറ്റ് എന്ന് പറയുമ്പോഴും റോബോട്ടിസ്റ്റ് ചെക്ക് ചെയ്യുക, സൈറ്റ് മാപ്പ് ചെക്ക് ചെയ്യുക, ടെംപ്ലേറ്റ് ഓഡിറ്റ് അല്ല ശരിക്കും ചെയ്യേണ്ടത്. ഓരോ പർപ്പസിനും SEOക്ക് ഒരു ഓഡിറ്റ് ഉണ്ട്. കണ്ടന്റിൻ്റെ ഓഡിറ്റ് ആണെങ്കിൽ കണ്ടന്റ് ഓഡിറ്റാണ് ചെയ്യുക. മൈഗ്രേഷൻ ലെവലിൽ നിൽക്കുന്ന ഓഡിറ്റ് ആണെങ്കിൽ URL, പോയിന്റിങ് ലിങ്കുകൾ, എക്സ്റ്റേണൽ ലിങ്കുകൾ, അതിലുള്ള കണ്ടന്റ് ഹൈറാർക്കി, ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് റീവാമ്പ് ചെയ്തതിന് ശേഷം കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ റീവാമ്പിന് മുമ്പ് ഇതൊരു സ്റ്റേജിങ് വെബ്സൈറ്റ് ഉണ്ടാവും, അതായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയുള്ള ഓഡിറ്റ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ബേസിക്കലി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ URL-കൾ കറക്റ്റ് മാപ്പ് ചെയ്യാം. അതെങ്ങനെ മാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് URLs ലിസ്റ്റ് ചെയ്യാം. അത് URL ചേഞ്ച് ഉണ്ടെങ്കിൽ 301 റീഡയറക്റ്റ് കൊടുക്കുക. ചേഞ്ച് ഉണ്ടെങ്കിൽ 301 തന്നെ കൊടുക്കണം. ഇപ്പോൾ ഡൊമൈൻ നെയിം ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ആക്സെപ്റ്റ്. പിന്നെ URL ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും SEO URLs മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ആ സെയിം ഡൊമൈനിൽ ആഡ് റൺ ചെയ്യുന്ന URLs ഉണ്ടാവും, മിസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ URLs തന്നെ UTM ഇട്ട URLs ഉണ്ടാവും, ഇൻറ്റേർണൽ ലിങ്ക് കണക്ട് ചെയ്യുന്ന UTM ഇട്ട URLs ഉണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ URLs-ഉം എല്ലാ ലാൻഡിങ് പേജും എല്ലാ URLs-ഉം എടുത്തിട്ട് എത്രത്തോളം ട്രാഫിക് വരുന്ന URLs, എത്രത്തോളം ബിസിനസ് ഇമ്പാക്റ്റ് ഉള്ള URLs ഹൈ പ്രയോറിറ്റി കൊടുത്ത് കറക്റ്റ് പുതിയ വെബ്സൈറ്റിലേക്ക് മാപ്പ് ചെയ്യുക. അതാണ് URL-ൻ്റെ കേസ്. അതും കാനോണിക്കലൊക്കെ കൊടുക്കേണ്ടത് കാനോണിക്കലൊക്കെ കറക്റ്റ് കൊടുത്ത് വയ്ക്കുക. പിന്നെ ഉള്ളത് കണ്ടന്റിൻ്റെ കേസാണ്. നമ്മൾ റീഡിസൈൻ ചെയ്യുമ്പോൾ ഇത്രയും കണ്ടന്റ് വേണ്ടാന്ന് വിചാരിച്ച് കുറേ കണ്ടന്റൊക്കെ എടുത്ത് കളയും. അത് SEOനെ അതേപടി എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ആ ഒരു കണ്ടന്റിൽ ആദ്യത്തെ കണ്ടന്റിലായിരിക്കില്ല, ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള യുണീക്ക് ഇൻഫർമേഷൻ ആയിരിക്കും നമ്മളെ റാങ്ക് ചെയ്യിക്കാൻ നിന്നത്. അത് പോയി കഴിഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എഫക്റ്റ് വരും. അപ്പോൾ കണ്ടന്റ് അതേപടി കൊണ്ടുവരാൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ കണ്ടന്റ് ഓഡിറ്റ് ഒരു സ്പെസിഫിക് സർവീസ് ആയിട്ട് എടുത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് അത് നോക്കി അഡീഷണൽ ആഡ് ചെയ്ത് പ്രൂൺ ചെയ്യണമെങ്കിൽ പ്രൂൺ ചെയ്ത് നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടന്റും കൺവേർട്ട് ചെയ്യണം. പിന്നെ അതൊരു കണ്ടന്റ്സാണ്. നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക് സ്റ്റാക്ക് ആൾക്കാർ റീവാമ്പ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നല്ല രീതിക്ക് SEO വർക്ക് ചെയ്തിരുന്ന വെബ്സൈറ്റ് ഒരു SEO കൺസൾട്ടൻ്റ് ഇല്ല എന്നുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ അത് ഓർഗാനിക്കലി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. ഡിസൈൻ വൈസ് ചിലപ്പോൾ AI വെച്ചിട്ട് ടൂളിൽ വെബ്സൈറ്റ് ചെയ്തു, അതൊരു സിംഗിൾ പേജ് ആപ്ലിക്കേഷനായിട്ട് മാറുന്നതായിരിക്കും. എന്നുവെച്ചാൽ ഒറ്റ പേജ് ഉണ്ടാവുള്ളൂ, URLs ഇങ്ങനെ ഫ്രാഗ്മെൻ്റ് ആയിട്ട് വരുന്നത്.
ഒറ്റയടിക്ക് വെബ്സൈറ്റിൻ്റെ SEO ഫുൾ ഡൗൺ ആവും. അപ്പോൾ ആ ഒരു ടെക് ഏതാണ് യൂസ് ചെയ്യുന്നത് എല്ലാം ഇതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ റീസെൻ്റ് കണ്ടായിരുന്നു മറ്റേ റിയാക്റ്റിലൊക്കെ. റിയാക്റ്റിൽ ആവശ്യമില്ലാത്ത ഫ്രെയിംവർക്കുകൾ യൂസ് ചെയ്ത് പണി കിട്ടും അങ്ങനെയുള്ള. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് വരുവാണ്. അപ്പോൾ ഹൈലി കോമ്പറ്റീഷൻ ഉള്ളൊരു നീഷിൽ തന്നെയാണ് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി SEO ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ HRMS ERP സോഫ്റ്റ്വെയറുകൾ പോലുള്ള ഹൈലി കോമ്പറ്റീഷൻ നീഷായിരിക്കും. അതെ. അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ERP അല്ലെങ്കിൽ SaaS ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഡോമിനേറ്റിംഗ് പ്ലെയേഴ്സ് ഓൾറെഡി സെർപ്പിലുണ്ടാവും. അതെ, പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒറാക്കിളൊക്കെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റൊക്കെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സോഹോ ആയിട്ടായിരിക്കും കോമ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ SEO വിൽ ടേക്ക് ടൈം. ഓക്കെ, ചിലപ്പോൾ അവർ ഒരു 10-15 വർഷം കൊണ്ട് എടുത്ത ഡൊമൈൻ ഹിസ്റ്ററിയും ഡൊമൈൻ അതോറിറ്റി അവർക്കുണ്ട്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് SEO മാത്രമല്ല, നിങ്ങളുടെ ഒരു റവന്യൂ സോഴ്സ് ഒന്നും കൂടി മനസ്സിലാക്കുക. SEO ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കാശ് അധികം മുടക്കാതെ റവന്യൂ ജനറേറ്റ് ചെയ്യുക രീതി മനസ്സിലാക്കാതെ നിങ്ങൾക്ക് മറ്റ് ബിസിനസ് സസ്റ്റെയിൻ ചെയ്യാനുള്ള റവന്യൂ സോഴ്സസ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ഒരു സ്റ്റാർട്ടപ്പിനോടുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ പറയുന്നത്. അത് കണ്ടുപിടിക്കുക, അതിൽ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുക, പാരലലി നിങ്ങളുടെ SEO ആക്ടിവിറ്റീസ് ചെയ്യുക. SEO എല്ലാം സെയിം തന്നെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാലും. പിന്നെ സാസിലൊക്കെ ആണെങ്കിൽ പ്രൊഡക്റ്റ് ലെഡ് SEO ഒക്കെ നമുക്ക് ചെയ്യാം. ക്യാൻവയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പ്രൊഡക്റ്റ് ലെഡ് SEO. അത് ക്യാൻവ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് അറിയാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ PDF എഡിറ്റേഴ്സ് ആയിരിക്കും, PDF കൺവേർട്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബാനർ ക്രിയേഷൻ, ലോഗോ ക്രിയേഷൻ ഒക്കെ ആയിരിക്കും ഇവരുടെ സെർച്ച് കയറി വരിക. അപ്പോൾ ഇവർ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു സർവീസ് പേജ് ഉണ്ടാക്കാതെ, ഇപ്പോൾ ഒരു സാസിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലെഡ് SEOൻ്റെ എക്സാമ്പിൾ പറയുന്നത്, സർവീസ് പേജ് ഉണ്ടാക്കാതെ ഇതെങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ പറയും. മനസ്സിലായില്ല? ഇപ്പോൾ HR മാനേജ്മെൻ്റ് ആണെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്ത് ലെങ്തി ആർട്ടിക്കിൾസോ ബ്ലോഗ്സോ എഴുതി അതിൻ്റെ അകത്ത് ഇവരുടെ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യും. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം ഇങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നും പറയും. എന്നിട്ട് അതിൽ നമ്മളുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഒരു സൊല്യൂഷനായിട്ട് വരുന്നു എന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് കൊണ്ടുവരും. അപ്പോൾ കുറേയൊക്കെ ഇൻഫർമേഷണൽ ഇൻറ്റൻ്റുള്ള ട്രാഫിക്കാണ് അവിടെ വരുന്നതെങ്കിലും നമ്മുടെ ബ്രാൻഡിന് അത്രയും ഒരു പൊസിഷനിങ് അവിടെ നമുക്ക് കിട്ടും. നമ്മുടെ യൂസേഴ്സിന്, ഫ്യൂച്ചർ കസ്റ്റമേഴ്സിന് ഒരു പൊസിഷനിങ് അങ്ങ് കിട്ടും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ടൈം എടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അത്രയും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കത് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റ് സർവീസ് ചാനൽസ് കണ്ടുപിടിക്കുക, ഒരിക്കലും SEO മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മറ്റ് മാർക്കറ്റിംഗ് ചാനൽസ് കണ്ടുപിടിക്കുക, അതിൽ വർക്ക് ചെയ്യുക. ഒമ്നി ചാനലിൽ ഇനി വർക്ക് ആവുള്ളൂ. അതെ. ഓക്കെ, നമുക്ക് ഈ SEOയിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. എന്താണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്? അതെങ്ങനെയാണ് പ്രോപ്പർലി ചെയ്യുക? അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടേം അത്ര എല്ലാവർക്കും ഐഡിയ ഉള്ള ഒരു ടേം ആയിരിക്കില്ല. സിംപ്ലി പറയുകയാണെങ്കിൽ അത് എല്ലാ പ്രോസസ്സിനും പ്രോസസ്സ് സെയിം ആയിരിക്കില്ല. അതൊരു തിങ്കിങ് പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സംഭവം റാങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ തിങ്ക് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഒരു ഹൈ ലെവലിലുള്ള സാധനം മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. നമ്മൾ തിങ്ക് ചെയ്ത് അതിനെക്കുറിച്ച് ഡീപ്പ് സ്റ്റഡി ചെയ്യുമ്പോഴായിരിക്കും ഓക്കെ പേജ് ഇങ്ങനെ റാങ്ക് ചെയ്യുന്നുണ്ട്. റാങ്ക് ചെയ്യാൻ ഒരു 200ഓളം മെട്രിക്സ് ഗൂഗിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ലീക്കായി. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതുപോലുള്ള പാറ്റൻറ്റുകൾ ഇന്ന ഒരു അൽഗോരിതം അപ്ഡേറ്റ് വന്നു, 2016 വന്നിട്ടുള്ളത്. അതിനൊരു 6 വർഷം മുമ്പ് ഒരു പാറ്റൻറ്റ് ഒരു ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാറ്റൻറ്റിൽ ഇന്ന കാര്യങ്ങൾ പറയുന്നു. ഇതാവാം ഒരു സാധ്യത ഈ ഒരു അൽഗോരിതത്തിൻ്റെ. അത് ഓൾറെഡി റിസർച്ച് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, പബ്ലിഷ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയും നമ്മൾ പഠിക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ആ റിസൾട്ട് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് എങ്ങനെ കൊണ്ടുവരാം നമ്മൾ തിങ്ക് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ സാധനം റാങ്ക് ചെയ്യുന്നതെന്ന് തിങ്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു കോമ്പറ്റീറ്റർ വെബ്സൈറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് റാങ്ക് ചെയ്യുന്നത് തിങ്ക് ചെയ്യുക. അപ്പോൾ അവരുടെ കുറേ കണ്ടൻറ് ഉണ്ടാവും, നമ്മുടെ കുറേ കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ കണ്ടൻറ്റ് ലെയറാണ് എല്ലാവരും നോക്കുക. കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് പേജ് ലെയർ, അവരുടെ ബ്രാൻഡിൻ്റെ ഒരു അതോറിറ്റി, നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു അതോറിറ്റി. പിന്നെ നെക്സ്റ്റ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ലെയർ, നമ്മുടെ പേജിനുള്ള ആ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി, അവരുടെ പേജിനുള്ള ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. നമുക്കിതില്ല അവർക്കിതുണ്ട്, നമുക്കിതില്ല അവർക്കിതുണ്ട്. ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പൊസിഷൻ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. പിന്നെ കുറേ ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മളിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ച പാറ്റൻറ്റിൽ നിന്നുള്ള സംഭവങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അവരേക്കാൾ ഒരുപടി മുകളിൽ നമ്മൾ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അതിനൊരു ഡെഫിനിറ്റ് പ്രോസസ്സ് ഇല്ല, ടെക്നിക്കലി ഒരു പ്രോസസ്സ് ഇല്ല. ആ ഒരു തിങ്കിങ് പ്രോസസ്സ് ഉണ്ട്. റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ AI ആണല്ലോ റോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SEOയും മെഷീൻ ലേണിംഗും തമ്മിൽ
ബന്ധമുണ്ടോ? SEO AI തമ്മിലുള്ള ബന്ധം, മെഷീൻ ലേണിംഗ് തമ്മിലുള്ള ബന്ധം ബേസിക്കലി നമ്മൾ റൂട്ട് ലെവലിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ SEO പ്രോസസ്സ് ആക്ച്വലി ഒരു മെഷീൻ ലേണിംഗ് പ്രോസസ്സാണ്. SEO പ്രോസസ്സ് അല്ല, സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നൊരു പ്രോസസ്സ്. സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു അൽഗോരിതം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രൗളർ ഉണ്ടാവും. ക്രൗളർ ഓപ്പൺ ക്രൗളിൽ കിട്ടുന്ന എല്ലാ വെബ്സൈറ്റുകളും ഡോക്യുമെൻറ്റുകളും ക്രൗൾ ചെയ്ത് അതിൽ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് NLP വെച്ച് അനലൈസ് ചെയ്ത് എൻറ്റിറ്റീനെയും ആട്രിബ്യൂട്ടിനെ വാല്യൂസിനൊക്കെ സോർട്ട് ചെയ്ത് ഒരു ഡാറ്റാ ബേസിലേക്ക് അല്ലെങ്കിൽ നോളജ് ഗ്രാഫിലേക്ക് കയറ്റുന്നു. നോളജ് ഗ്രാഫിലേക്ക് കയറ്റിയിട്ട് ഒരു യൂസർ ഒരു ക്വറി അതിൻ്റെ സെർച്ച് എഞ്ചിൻ്റെ ഫീൽഡിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ ആ നോളജ് ഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റാ ബേസിൽ നിന്ന് ഡാറ്റ റിട്ടേൺ എടുത്ത് യൂസർക്ക് ഡെലിവർ ചെയ്യുന്നു. ആക്ച്വലി ഇതൊരു മെഷീൻ ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു അൽഗോരിതമിക് സെർച്ച് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ SEO ആയിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് SEO ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ SEOനെ ആ ഒരു ടെക്നിക്കൽ രീതിയിൽ പഠിച്ച് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം എങ്ങനെ കണ്ടന്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ്സിൻ്റെ ഏതൊക്കെ യൂസേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ക്വറിക്ക് നമ്മുടെ റിസൾട്ട് കാണിക്കും. ഓക്കെ. ഇന്ന് ഞാനൊരു ഫ്രണ്ടായിട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മളൊരു പുതിയ ബ്രാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് ഒരു ജനറിക് ക്വറിയായിട്ട് റിലേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാഗി എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രാൻഡാണ്. ആ മാഗി കഴിക്കാം അല്ലെങ്കിൽ മാഗി വാങ്ങിക്കാം എന്നാണ് ഇപ്പോൾ എല്ലാ യൂസേഴ്സും അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സും പറയുന്നത്. കടയിൽ പോയിട്ട് ചേട്ടാ ഒരു മാഗി എന്ന് ചോദിക്കും. അപ്പോൾ മാഗി എടുത്തു കൊടുക്കും. ശരിക്കും മാഗി എന്നൊരു ബ്രാൻഡ് അറിയാത്ത ഒരാളാണെങ്കിൽ അവരെന്ത് ചോദിക്കും? ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് എന്നാണ് ചോദിക്കാം. പക്ഷേ മാർക്കറ്റിങ്ങിലൂടെ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് എന്ന് പറഞ്ഞ ടേം ഇല്ല, മാഗി എന്ന് പറഞ്ഞ ടേം. ഇപ്പോൾ ഇപ്പി എന്ന് പറഞ്ഞ ടേമും വന്നിട്ടുണ്ട്. സെയിം തിങ് നമുക്ക് SEO വഴിയും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ SEO വഴി ചെയ്യല്ല, മെഷീൻസിനെ ആ ഒരു രീതിയിൽ നമുക്ക് SEO വഴി ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സർവീസ്, ഇപ്പോൾ അറ്റ്സോമിയുടെ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ഇൻ കേരള അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ കേരള എന്ന് പറഞ്ഞൊരു ജനറിക് ടേമിനെ നമ്മുടെ ഒരു ബ്രാൻഡ് ടേമുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിൻ്റെ പ്ലേസ്മെൻറ്റ്, എത്രത്തോളം കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിൽ മാത്രമല്ല, കണ്ടന്റ്, ടേംസിൻ്റെ യൂസേജ്, മൊത്തം അതോറിറ്റിയുടെ യൂസേജ്, ലിങ്കിൻ്റെ ഫ്ലോ ഒക്കെ വെച്ച് ഈ ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന് ട്രെയിൻ ചെയ്യിക്കുന്ന പ്രോസസ്സാണ് ശരിക്കും SEO എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ബിസിനസ് ഓണറെ ഒരു SEO മാർക്കറ്റർ പറ്റിക്കാതിരിക്കാൻ സെറ്റ് ചെയ്യേണ്ട ഒരു KPIs എന്തൊക്കെയാണ്? കറക്റ്റ്. അതായത് കറക്റ്റ് കാര്യമാണ് അത്. ഇപ്പോൾ നമ്മൾ ഒരു ഏജൻസി, രണ്ടുപേർക്കും ക്ലാരിറ്റി വേണം. യെസ്. ഒരു ഏജൻസി കൺസൾട്ട് ചെയ്യുമ്പോഴും ബിസിനസ്സുകാരെ കൺസൾട്ട് ചെയ്യുമ്പോഴും നമ്മൾ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏജൻസികൾ നമ്മൾ SOP സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ റിപ്പോർട്ടിംഗ് KPIs നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ബിസിനസ് ഓണേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, അവർക്കൊരു ഏജൻസി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഇൻഹൗസ് ടീം ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന അവർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരെന്തൊക്കെയോ റിപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്, റാങ്കിങ് കാണിക്കുന്നുണ്ട്, പക്ഷേ ചില സമയത്ത് ലീഡൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇത് തന്നെയാണോ അളക്കേണ്ടത് എന്നറിയില്ല. അപ്പോൾ ഡിഫൈൻ ചെയ്യേണ്ടത് KPIs ആണ്. അപ്പോൾ SEOൻ്റെ ബേസിക് KPI എന്ന് പറയുമ്പോൾ ഏറ്റവും ബിസിനസ്സിൻ്റെ ഏറ്റവും ആവശ്യമുള്ള KPI ലീഡാണ്, ക്വാളിറ്റി ലീഡാണ്. അത് എപ്പോഴും SEO ഇപ്പോൾ ഉള്ള സെനാറിയോന്ന് ലീഡുകൾ ജനറേറ്റ് ചെയ്ത് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്നത് കുറയുന്നുണ്ട്. അപ്പോൾ SEOൻ്റെ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് SEO ചെയ്യുന്നതിനനുസരിച്ച് KPI വരും. കൊമേഴ്സിലുള്ള KPI അല്ല, ഒരു സർവീസ് ബേസ്ഡ് ഇതിൽ വരുന്ന KPI. അപ്പോൾ പീരീഡ് വൈസ് KPI സെറ്റ് ചെയ്യാനാണ് ഞാൻ പറയാം. ഫസ്റ്റ് പീരീഡിൽ നമ്മുടെ ഓവറോൾ ഇൻഡെക്സേഷൻ കവറേജ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു 10,000 പേജുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഉള്ള വെബ്സൈറ്റിൻ്റെ മൊത്തം ടെക്നിക്കൽ SEO ഹെൽത്ത് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു, അത് 3 months അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതായിരിക്കും ഒരു ഫസ്റ്റ് SEOൻ്റെ പ്രാക്ടീസ്. അതിനുശേഷം ഇംപ്രഷൻ്റെ ഗ്രോത്ത്, SEO മാത്രം ഉണ്ടാകാൻ സംസാരിക്കുന്നത്, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്ര ശതമാനം ഇംപ്രഷൻ ഗ്രോത്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവീസ് പേജ് 10 സർവീസ് പേജിൻ്റെ ഉള്ള കാര്യമല്ല പറയുന്നത്, MNCകളുടെ കാര്യം പറയുന്നത്. ഒരു 7,000 URL ഒരു വെബ്സൈറ്റിന് അതിലൊരു സെഗ്മെൻറ്റിന് മാത്രം ഒരു ടീമിന് SEO കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ സെഗ്മെൻറ്റിൽ എത്രത്തോളം ഇംപ്രഷൻ ഗ്രോത്ത് വന്നു, അത് റിലവൻറ്റ് ഇംപ്രഷൻ ആയിരിക്കണം, വെറുതെ കുറേ കീവേഡിലല്ല, റിലവൻറ്റ് കീവേഡ് ചങ്സിൽ ഇംപ്രഷൻ ഗ്രോത്ത്. ആ ഇംപ്രഷനിന് എത്രത്തോളം ക്ലിക്സ്. പക്ഷേ ക്ലിക്സിൻ്റെ ഇപ്പോൾ ഉള്ളൊരു സെനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ AOV ഉള്ള കാരണം ഇൻഫർമേഷണൽ ക്വറീസിൽ ക്ലിക്സ് വളരെ കുറവാണ്. അപ്പോൾ ഇംപ്രഷൻ്റെ ഗ്രോത്ത് നമുക്ക് എടുക്കാം. ഇനി എത്രത്തോളം ഇംപ്രഷൻ, അതിൽ നിന്ന് എത്രത്തോളം ട്രാഫിക്, അത് ബെഞ്ച് മാർക്ക് മാറിക്കൊണ്ടിരിക്കും. ആ ട്രാഫിക് ഇപ്പോൾ ഗൂഗിൾ മാത്രമാണ് എടുക്കണമെങ്കിൽ ആ ട്രാഫിക്കിൽ നിന്ന് എത്ര ട്രാഫിക് എൻഗേജ് ചെയ്യുന്നുണ്ട്, എത്ര ട്രാഫിക് ആളുകൾ വായിക്കുന്നുണ്ട്, അല്ല ട്രാഫിക് അല്ല യൂസേഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്, ആ യൂസേഴ്സിൽ നിന്ന് എത്രത്തോളം ഫോം ഫില്ല് അല്ലെങ്കിൽ CTA ക്ലിക്ക്, അത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ക്ലിക്ക് വരെ അല്ലെങ്കിൽ പേജ് ലാൻഡിങ് വരെ SEOൻ്റെ കയ്യിലുള്ളതാണ്. അല്ലെങ്കിൽ പേജ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസേഴ്സ് തിങ്ക് ചെയ്യുന്നത്. പക്ഷേ SEOക്കാർ ഒരു എന്താ പറയുക ഫുൾ സ്റ്റാക്കായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാം. അവർക്ക് CRO അറിഞ്ഞിരിക്കണം. CRO വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ
ഒരു വെബ്സൈറ്റിൽ ചില വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ കണ്ടന്റ് ആദ്യം ഉണ്ടാവും, സ്ക്രോൾ ചെയ്ത് ഏറ്റവും അവസാനമായിരിക്കും ഒരു ഫോം ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും ഒരു യൂസർ അത്രയും സ്ക്രോൾ ചെയ്യില്ല. അപ്പോൾ ഫോമിൻ്റെ പ്ലേസ്മെൻറ്റ് ഇതൊരു ലാൻഡിങ് പേജ് പോലെ തന്നെ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരും. അത് ഇൻഡസ്ട്രി അനുസരിച്ച് മാറും. അപ്പോൾ അതൊക്കെ ഈ KPI വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഗ്രോത്ത്, ഫസ്റ്റ് ഫേസിലാണെങ്കിൽ ടെക്നിക്കൽ SEO ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ സെക്കൻഡ് ഫേസിൽ ഇംപ്രഷൻ ഗ്രോത്ത്, ഇംപ്രഷനിൽ നിന്ന് ട്രാഫിക് എത്രത്തോളം വന്നു, ട്രാഫിക്കിൽ നിന്ന് എത്രത്തോളം ലീഡ് വന്നു. പിന്നെ കീവേഡ് പൊസിഷൻ നമുക്ക് എടുക്കാം. ചെറിയൊരു വെബ്സൈറ്റ് ആണെങ്കിൽ കീവേഡ് പൊസിഷൻ, ഇനീഷ്യൽ ഉണ്ടായിരുന്ന പൊസിഷൻ, നെക്സ്റ്റ് ലെവലിലേക്ക് നെക്സ്റ്റ് കണ്ടന്റ് അപ്ഡേഷന് ശേഷം ഉണ്ടായിരുന്ന പൊസിഷൻ, അത് നോക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഡിജിറ്റൽ ബ്രാൻഡിൻ്റെ ഒരു അതോറിറ്റി ഉണ്ട്. അതൊരു ടൂൾ വെച്ച് അളക്കുന്നതല്ല, മെൻഷൻസ് വെച്ച് അളക്കാൻ പറ്റും. നമ്മുടെ ബ്രാൻഡ് മെൻഷൻസ് എത്രത്തോളം കൂടി, അതൊക്കെ ഒരു ഹൈ ലെവൽ SEO ചെയ്യുന്ന ഒരു 10 പേരടങ്ങുന്ന ടീമൊക്കെ വെച്ച് ചെയ്യുന്ന SEOയിലൊക്കെ അളക്കുന്ന ഒരു KPI ആണ്. ഓവറോൾ ബ്രാൻഡ് അതോറിറ്റി അതൊക്കെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു എന്നൊക്കെ ഉള്ളത്. അത് ഒരിക്കലും നമ്മുടെ വെബ്സൈറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന SEO അല്ല, പുറത്ത് നമ്മുടെ ബ്രാൻഡിനെ SEO എന്നുള്ള പ്രോസസ്സൊന്നും പറയാൻ പറ്റില്ല. PR ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്ന അതും ഒരു KPI ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റും. ഒരു സ്റ്റാർട്ടപ്പിനാണെങ്കിൽ പുതുതായിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ KPI സെറ്റ് ചെയ്യുന്നത്? അത് നീഷ് അനുസരിച്ച്, എല്ലാം നീഷ് അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങളുടെ നീഷിൽ നിങ്ങൾക്ക് കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അവരെ ബെഞ്ച് മാർക്ക് ചെയ്യാം. അവരെ ബെഞ്ച് മാർക്ക് ചെയ്തിട്ട് അവർക്ക് ഇത്രത്തോളം SEO ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് ഇത്രത്തോളം ട്രാഫിക് വരുന്നുണ്ടെന്ന് എക്സ്റ്റേണൽ ടൂൾസ് വെച്ച് അനലൈസ് ചെയ്ത് ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കണം. അതൊരു ഫേസ് വൈസ് കൊടുത്തിട്ട് നമ്മളുടെ ഇംപ്രഷൻസ് അത്രയും ഗ്രോ ചെയ്യുന്നുണ്ടോ, ഇംപ്രഷൻസ് ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡിലാണ് ഗ്രോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊടുത്തൊരു കീവേഡ് ലിസ്റ്റ് ഉണ്ടാവും, നമുക്ക് ആവശ്യമുള്ള കീവേഡ്സ് ഉണ്ടാവും, അതിലുള്ള പൊസിഷൻ ചേഞ്ച് നോക്കാം. ആ ഒരു കീവേഡിൽ നിന്ന് എത്രത്തോളം ക്ലിക്സ് വന്ന് നോക്കാം, ആ ക്ലിക്സിൽ നിന്ന് എത്രത്തോളം കൺവേർട്ട് ആയി നോക്കാം. അതൊരു ഫണലാണ്. ഓക്കെ, ബ്രോഡായിട്ട് നിൽക്കുന്ന ഒരു കീവേഡിൻ്റെ വോളിയം, ആ വോളിയത്തിൽ നിന്ന് ഇത്രയും ഇംപ്രഷന് ഇത്രയും ക്ലിക്ക് ചെയ്യുന്ന ഇത്രയും വ്യൂന്ന് ഇത്രയും ലീഡ് സബ്മിഷൻ. അതൊരു ഫണലായിട്ട് നമുക്കൊരു KPI ആയിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ആട്രിബ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അത് ആട്രിബ്യൂഷൻ കറക്റ്റ് ആക്കുന്നതും SEOൻ്റെ ഒരു ഭാഗമാണ്. SEO അല്ലെങ്കിൽ അനലിറ്റിക്സ് ടീമിൻ്റെ റിപ്പോർട്ടിംഗ് ടീമിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ അഭിനവിൻ്റെ ലിങ്ക്ഡിൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയുടെ തന്നെ കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ.